പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും വന്ദനം ചൊല്ലുന്നു. നമ്മുടെ എക്ലീഷ്യ വേഴ്സസ് കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം എന്ന പഠനത്തിന്റെ 4ാമത്തെ സെഷനിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ. നമ്മൾ ധ്യാനിച്ചു വരുന്നതായ വിഷയം ധാരാളം ആളുകൾക്ക് വലിയ രൂപാന്തരമായി മാറുന്നു എന്നതിൽ വളരെ സന്തോഷം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ഒരുപാട് അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം, ക്രൂശ് മരണം, പാപങ്ങളുടെ പരിഹാരം, പെന്തിക്കോസ്ത് നാളിൽ പരിശുദ്ധ റൂഹ വെളിപ്പെട്ടു വന്ന് സ്ഥാപിച്ച എക്ലീഷ്യ, ആ ദൈവസഭയുടെ പ്രവർത്തനങ്ങൾ, സഭയെക്കുറിച്ച് മാത്രമുള്ള പഠനം നമുക്ക് പിന്നെ പോകാം. AD 70 വരെയുള്ള കാലഘട്ടങ്ങളിൽ ദൈവം ഇസ്രായേലിൽ അയക്കുവാൻ പോകുന്ന മഹാപീഡനത്തെ, യെരൂശലേമിൽ സംഭവിക്കുവാൻ പോകുന്ന വലിയ ന്യായവിധിയുടെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് 40 വർഷങ്ങൾ കർത്താവിന്റെ സഭ ഭൂമിയിൽ ജനത്തെ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കുന്ന വലിയ ശുശ്രൂഷയുടെ ഭാഗമായിരുന്നു. യെരൂശലേം എന്ന പട്ടണം ചുട്ടുകളയുകയും അതോടൊപ്പം മറ്റ് ജാതികളിലേക്ക് ദൈവം തന്റെ ശ്രദ്ധ തിരിച്ച് സ്വർഗരാജ്യത്തിന്റെ പന്തിയിലേക്ക് വഴിയോരങ്ങളിൽ നിന്നും വഴിത്തലക്കിൽ നിന്നും ദുഷ്ടന്മാരെയും നല്ലവരെയും കൂട്ടി തന്റെ പുത്രന്റെ വിവാഹ വിരുന്നിനെ ആഘോഷിക്കുന്നതായി കാണാൻ പറ്റും. അപ്പം യെരൂശലേമിന്റെ നാശവും മിശിഹായുടെ കുഞ്ഞാടിന്റെ കല്യാണവും ഒരുമിച്ച് നടന്നു എന്നത് വിശുദ്ധ തിരുവെഴുത്തിനകത്ത വസ്തുതയാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നമ്മളത് കാണുകയും ചെയ്യും. പക്ഷെ AD 70 അല്ലെങ്കിൽ ആ ഒരു സമയത്ത് മറ്റു ചില കാര്യങ്ങളിലൂടെ സംഭവിച്ച കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച് വരികയായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച ആ വാക്യത്തിലേക്ക് ഒരു മിനിറ്റ് ഒന്ന് പോയിട്ട് നമുക്ക് പെട്ടെന്ന് വേദപുസ്തകത്തിലെ വേറെ ചില ഭാഗങ്ങളിലേക്ക് പോകണം. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 41 മുതലുള്ള വാക്യങ്ങൾ, വല്ലാത്തവരെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ മുടിയന്മാർക്ക് തോട്ടം ഏൽപ്പിക്കുമെന്ന് അവനോട് പറഞ്ഞു. യേശുവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു, അത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? 43-ാം വാക്യം, അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വല്ലാത്തവരെ നിഗ്രഹിച്ച് ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നു. നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്നത് എപ്പോഴാണ് ഈ രാജ്യം സ്ഥാപിക്കപ്പെട്ടത്. നമുക്കറിയാം, കർത്താവായ യേശു ഭൂമിയിൽ വരുമ്പോഴും യേശുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, യെശയ്യാവിന്റെ പ്രവചനം 9-ൽ പറഞ്ഞു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ. ഞാൻ ആ വാക്യത്തെ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. നമുക്കറിയാവുന്ന വാക്യമാണെങ്കിലും രാജ്യത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് മനസ്സിലാക്കാൻ ഉതകുന്ന പ്രധാനപ്പെട്ട വാക്യങ്ങളിൽ ഒന്ന്
9-ാം അധ്യായത്തിലാണ്. അവന്റെ സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. We know that verse 7. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകയില്ല. മുകളിലത്തെ വാക്യം വായിക്കും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കും, നമുക്കൊരു മകൻ നൽകപ്പെടും, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കർത്താവിന്റെ രാജ്യത്തിന്റെ വർധനയ്ക്ക് അവസാനം ഉണ്ടാകുകയില്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അമ്മയായ മറിയയുടെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ വന്ന് പറയുന്ന വാചകം ശ്രദ്ധിക്കൂ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ഇവിടെ യേശുക്രിസ്തുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ നൽകുന്ന സൂചനകളാണ് ഇതൊക്കെ. മത്തായിയുടെ സുവിശേഷം 21-ൽ പറഞ്ഞേക്കുന്നത് എന്തുവാ? അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത്, രാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത്, കിങ്ഡം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് ഫലം കൊടുക്കുന്ന മറ്റൊരു ജാതിക്ക് കൊടുക്കും. ഇനി ഇതൊക്കെ നമുക്ക് വളരെ പരിചയമുള്ള വാക്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവരാജ്യത്തിന്റെ, അതായത് ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടത് മുതൽ, ആ സ്ഥാപിക്കപ്പെട്ട നാള് മുതൽ ക്രിസ്തുവിന്റെ സഭയുടെ ദൗത്യം വളരെ പ്രാധാന്യം അർഹിക്കുന്നതും നാം വളരെ സൂക്ഷ്മതയോടെ പഠിക്കേണ്ടതുമാണ്. നിങ്ങളിത് എന്നെ എങ്ങനെ വ്യാഖ്യാനിച്ചാലും കുഴപ്പമില്ല. കുറച്ചു പേരെ നിത്യതയിലേക്ക് കൊണ്ടുപോകണം, നരകത്തിൽ നിന്ന് രക്ഷിക്കണം, ഈ ഒരു കോൺസെപ്റ്റിലല്ല ഇന്ന് ഭൂമിയിൽ കർത്താവിന്റെ സഭയായിരിക്കുന്നത്. കർത്താവിന്റെ സഭയുടെ ആത്യന്തികമായ ലക്ഷ്യം കുറച്ച് ആളുകളെ രക്ഷിച്ച് ഹെവനിലേക്ക് റിക്രൂട്ട് ചെയ്യുക എന്നത് അല്ല. ഇത് മനസ്സിൽ നിങ്ങൾ വെക്കുക. അങ്ങനെ ഒരു പദ്ധതി ദൈവത്തിനില്ല. കാരണം യേശുക്രിസ്തുവിന്റെ കാൽവറി കുരിശിലെ മരണം മനുഷ്യരാശിക്ക് വരുത്തേണ്ട വിടുതലുകൾ വരുത്തി കഴിഞ്ഞു. ഇവിടെ ഇനിയും ദൈവരാജ്യത്തിന്റെ വ്യാപനമാണ്, ദൈവരാജ്യത്തിന്റെ പ്രദർശനങ്ങളാണ്, ദൈവരാജ്യത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുക എന്നതല്ലാതെ സഭയ്ക്ക് മറ്റൊരു ലക്ഷ്യമില്ല. നമ്മൾ പെർഫെക്റ്റ് ലക്ഷ്യത്തിലേക്ക് തന്നെ പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ അടിസ്ഥാനപരമായി ഉറപ്പിക്കപ്പെടേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അത് വസ്തുതാപരമായി, ചരിത്രപരമായി, തിരുവെഴുത്തുകളുടെ ബേസിൽ ഉറപ്പിക്കപ്പെടണം. എന്നാലേ നമുക്ക് ഫേമായിട്ട്, സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട് ദൈവരാജ്യത്തെ മുമ്പോട്ട് പറയാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മുടെ പഠനങ്ങളിലൊക്കെ നമ്മൾ പോയിട്ടുള്ളതാണെങ്കിൽ കൂടെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഈ ഒരു നമ്മുടെ മീറ്റിങ്ങുകളിൽ അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തെ പഠനത്തിൽ കുറച്ചും കൂടെ എംഫസൈസ് ചെയ്ത് വ്യക്തമാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. എപ്പോഴാണ് ഈ രാജ്യം വന്നത് എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കാൻ പോവുകയാണ്. വേദപുസ്തകത്തിൽ ആദ്യമായി ദൈവരാജ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കണം, ദൈവരാജ്യത്തെക്കുറിച്ച് ആദ്യമായിട്ട് പരാമർശിക്കുന്നത്, ഡയറക്റ്റായിട്ട് പരാമർശിക്കുന്നത് പുതിയ നിയമത്തിലോ യേശുക്രിസ്തുവോ യോഹന്നാൻ സ്നാപകനോ ഒന്നുമല്ല. ആദ്യമായി ഈ രാജ്യത്തെക്കുറിച്ചുള്ള ദർശനം ഒരാൾ പ്രാപിച്ചത്, സംസാരിച്ചിരിക്കുന്നത് ബാബിലോൺ എന്ന് പറയുന്ന നെബൂഖദ്നേസറിന്റെ സാമ്രാജ്യത്തിൽ ഇരുന്നു കൊണ്ട് ഒരു ദൈവപുരുഷൻ പ്രാപിച്ച ദർശനത്തിലാണ് ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ആദ്യത്തെ വിവരണം പരസ്യമായി, അതിനു മുമ്പ് ദൈവരാജ്യം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞ, ആദ്യമായിട്ട് പരസ്യമായി രേഖപ്പെടുത്തുന്നത് അവിടെയാണ്. ദാനിയേലിന്റെ പ്രവചനം 2-ാമത്തെ അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. വളരെ സമൂഹത്തിൽ വലിയ കൺഫ്യൂഷനും
ഇന്നും നമ്മുടെ ആളുകൾ വളരെ കൂളായിട്ട് യേശുക്രിസ്തു ഇനി വന്ന് സ്ഥാപിക്കാൻ പോകുന്ന രാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന എല്ലാവരും തന്നെ 90-95% ആളുകളും എടുക്കുന്ന വാക്യങ്ങൾ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ദാനിയേലിന്റെ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യം. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത വാക്കുകളും പദങ്ങളും ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ വചനമാണ്, വള്ളി പുള്ളി മാറില്ല എന്നൊക്കെ പറയുന്നവരൊക്കെ സൂക്ഷിച്ച് ശ്രദ്ധിക്കേണ്ട വാക്യം. സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിക്കാത്ത അല്ലെങ്കിൽ നശിച്ചു പോകാത്ത ഒരു രാജത്വം സ്ഥാപിക്കും. ഏത് രാജാക്കന്മാരുടെ കാലത്ത്? മുകളിലത്തെ കഥ നമ്മളിപ്പം പഠിക്കാൻ പോകും. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. അപ്പം രാജ്യത്വം ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. ആ രാജ്യത്വം വേറൊരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. ഇവിടുത്തെ പദങ്ങൾ ശ്രദ്ധിക്കുക. ഒരു നാളും നശിച്ചു പോകാത്ത രാജ്യത്വം സ്ഥാപിക്കും, എന്നേക്കും നിലനിൽക്കുന്ന രാജ്യത്വം സ്ഥാപിക്കും. ഈ വാക്കുകളൊക്കെ നമ്മൾ ഓർമ്മയിൽ കുറിക്കണം. ഇതിനിടയ്ക്ക് വെച്ച് കുറച്ചു നാള് ഏകലോകാധിപതിയുടെ കൈ കൊടുക്കും, പിന്നെ അന്തിക്രിസ്തുവിന്റെ കൈ കൊടുക്കും, പിന്നെ യേശു ക്രിസ്തു തിരിച്ചു വാങ്ങി. ഇതിങ്ങനെ ഒരു പരിപാടിയില്ല. ഈ രാജാക്കന്മാരുടെ സ്ഥാനത്ത് സ്വർഗസ്ഥനായ ദൈവം സ്ഥാപിക്കുവാൻ പോകുന്നതായ ആ രാജത്വം എന്നേക്കും നിലനിൽക്കുന്നതും ഒരു കാലത്തും നശിച്ചു പോകാത്തതുമാണ് എന്ന് നമ്മൾ വായിക്കുന്നു. അടുത്തത്, കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്തു കളഞ്ഞതായി കണ്ടതിന്റെ താല്പര്യമോ? മഹാദൈവം മേലാൽ സംഭവിക്കാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നം നിശ്ചയവും അർത്ഥം സത്യവും ആകുന്നു. ശ്രദ്ധിക്കുക. വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചും ദാനിയേൽ പ്രവചനത്തെക്കുറിച്ചുമുള്ള ധാരാളം പഠനങ്ങൾ വളരെ 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 കേട്ടിട്ടുള്ളവരാണ് നമ്മൾ എല്ലാവരും. ഞാനും അത് ധാരാളം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ ദാനിയേൽ കണ്ട പ്രവചനത്തിലെ ഒരു ബിംബമാണ്. ആ ബിംബത്തിൽ 4 വിധത്തിലെ ലോഹങ്ങൾ കൊണ്ട്, മെറ്റൽസ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഒരു ബിംബം 4 പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങളെ വിവക്ഷിക്കുന്നതായ ഒരു സ്വപ്നം. തല മുതൽ താഴോട്ട് നമ്മൾ പഠിക്കുമ്പോൾ സ്വർണം, വെള്ളി, താമ്രം, ഇരുമ്പ് എന്ന നിലയിൽ ഡിക്രീസിംഗ് ഓർഡറിൽ അത് കൊടുത്തിരിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ആ 4ാമത്തെ സാമ്രാജ്യത്തിൽ, എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക, 4ാമത്തെ സാമ്രാജ്യത്തിന്റെ ആ പാദവും കാലുകളും ഇരുമ്പും കളിമണ്ണും. ഇരുമ്പ് എന്ന് പറയുന്നതാണ് 4ാമത്തെ സാമ്രാജ്യം. അതിന്റെ എൻഡിലോട്ട് വരുമ്പോൾ അത് മിക്സപ്പ് ചെയ്യുന്നതായിട്ട് കാണാം. ബലഹീനമായി സുസ്ഥിരമായി നിൽക്കുന്ന സാമ്രാജ്യത്തിന് പകരമായി ബലഹീനമായ സാമ്രാജ്യമായി പാദങ്ങൾ ഇരുമ്പും കളിമണ്ണും കൂടെ ചേരുന്നതായിട്ട് കാണുന്നു. അങ്ങനെ 4 പ്രധാനപ്പെട്ട സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിന്റെ കാലത്താണ് ഈ കൈ തൊടാത്ത കല്ല് വന്ന് രാജ്യത്തെ സ്ഥാപിക്കേണ്ടത്. വളരെ പ്രാധാന്യത്തോടെ കേൾക്കുക. യേശുക്രിസ്തു തോളിൽ കൊണ്ടുവന്നിരുന്നു. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവർ, യേശുക്രിസ്തു ഇത് കൊണ്ടുവന്നു. പക്ഷെ യേശു ഇത് കൊണ്ടുവന്നിട്ടും യേശുക്രിസ്തു പറയുന്ന ഒരു വാചകമുണ്ട്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഞാൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ല, ദാ സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം വരുവാൻ, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ദൈവരാജ്യത്തെ അന്വേഷിപ്പിൻ എന്നുള്ളതായ വാക്കുകളെല്ലാം നമ്മൾ 100% അങ്ങനെ തന്നെ സ്വീകരിക്കണം. എന്നാലും ഹിസ്റ്റോറിക്കലി ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് അല്പം എംഫസൈസ് ചെയ്ത് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു രാജ്യത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. അവനാണ് രാജ്യത്തെ കൊണ്ടുവന്നത്. അവനാണ് ആ രാജ്യത്തിന്റെ രാജാവ്. രാജ്യമില്ലാത്ത രാജാവില്ലല്ലോ. അപ്പം രാജാവും രാജ്യവും ഒന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കർത്താവ് പറയുകയാണ്,
ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രശ്നം. അപ്പം സമീപിച്ചിരിക്കുന്നു, ഇസ് ഗോയിങ് ടു കം, അത് വരുവാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ അത് പ്രത്യക്ഷപ്പെടുവാൻ പോകുന്നു, അല്ലെങ്കിൽ അത് സ്ഥാപിക്കപ്പെടുവാൻ പോകുന്നു എന്നുള്ള ഒരു സൂചന മുൻകൂട്ടി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി ഞാൻ ഇതിനകത്ത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ഇവിടെ പൊതുവായിട്ട് കൊടുക്കുന്ന ഒരു വിശദീകരണമുണ്ട്. പൊതുവായിട്ട് കൊടുക്കുന്ന വിശദീകരണം നമ്മള് എസ്പെഷ്യലി നമ്മുടെ പെന്റിക്കോസ്റ്റൽസ്, ബ്രദറൻ, കരിസ്മാറ്റിക് സമൂഹങ്ങളുടെ ഇടയിൽ, വെസ്റ്റേൺ തിയോളജിയൻസിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഈ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, ആദ്യം ഞാൻ അത് പറയാം, എന്നിട്ട് നമുക്ക് ദൈവവചനം എന്താ പറയുന്നത് പറയാം. കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് പൊന്ന്, ബാബിലോൺ, അത് തെറ്റില്ല. അതിന്റെ തൊട്ട് താഴെയുള്ള കഴുത്തും നെഞ്ചും, ഞാനത് നിങ്ങൾക്ക് വേണ്ടി വായിച്ചു തന്നെ മനസ്സിലാക്കിക്കാം. രാജാവിന്റെ ദർശനമോ വലിയൊരു ബിംബം, വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. അതിന്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിന്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും, വയറും അരയും താമ്രം കൊണ്ടും, തുട ഇരുമ്പ് കൊണ്ടും, കാൽപ്പത്തി ഇരുമ്പ് കൊണ്ടും, പാതി കളിമണ്ണ് കൊണ്ടും ആയിരുന്നു. കൊടുക്കുന്ന വ്യാഖ്യാനം സിമ്പിൾ ആയിട്ട് പറയാം. ഒന്ന്, അതിനകത്ത് ബിംബത്തിന്റെ തല എന്ന് പറയുന്നത് സ്വർണം, അത് ബാബിലോണിനെ കാണിക്കുന്നു, ബാബിലോൺ സാമ്രാജ്യം. ഞാൻ അതിലേക്ക് വരാം, വിശദീകരിച്ച് തന്നെ വരാം. രണ്ടാമത്തത് മേദ്യ പേർഷ്യ, വെള്ളി. അത് കഴിഞ്ഞിട്ട് വരുന്നത് കുറച്ചും കൂടെ കടുപ്പമേറിയതാണ്. ഇപ്പം മോളിൽ താട്ട് വരുമ്പോൾ ഈ ലോഹത്തിന് കടുപ്പം കൂടുന്നുണ്ട്. കടുപ്പം കൂടുകയും വില കുറയുകയും ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. സ്വർണത്തിന്റെ വിലയല്ല വെള്ളിക്ക്, വെള്ളിയുടെ വിലയല്ല താമ്രത്തിന്, താമ്രത്തിന്റെ വിലയല്ല ഇരുമ്പിന്. പക്ഷെ താഴ്ന്ന മുകളിലും താഴോട്ട് വരുന്നതോറും കടുപ്പം കൂടുന്നതായിട്ട് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ഈ കടുപ്പം കൂടുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലുമായുള്ള ബന്ധമാണ്. അതായത് ഏറ്റവും കൂടുതൽ പീഡനവും കഷ്ടവും ഇസ്രായേൽ അനുഭവിക്കുന്നതിനോടുള്ള ബന്ധത്തിലാണ് ഒന്നാമത്തെ കാരണം ഇതിന്റെ കടുപ്പം കൂടിയതായിട്ട് കാണുന്നത്. രണ്ടാമത്തത് മഹിമയുടെ കാലത്തും അല്ലെങ്കിൽ മഹത്വത്തിന്റെ വിഷയത്തിലും ഇത് ഡിക്രീസിങ് ഓർഡറിലാണ് കാണുന്നത്. സ്വർണം ബാബിലോണിനെയും, തൊട്ട് താഴെ കാണുന്നത് വെള്ളി എന്ന് പറയുന്നത് മേദ്യ പേർഷ്യ സാമ്രാജ്യത്തെയും കാണിക്കുന്നു. അതിന് തൊട്ട് താഴെ മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിന്റെ തൊട്ട് താഴെയായി അരക്കെട്ടും വയറും ഒക്കെ അദ്ദേഹത്തിന്റെ ആ ബിംബത്തിന്റെ ആ ഭാഗം താമ്രം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായി കാണുന്നു. അത് ഗ്രീക്ക് സാമ്രാജ്യമാണെന്ന് സംശയമില്ല. പക്ഷെ അതിന്റെ തൊട്ടു താഴെയുള്ള ഇരുമ്പും കളിമണ്ണും കൂടെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ആ സാമ്രാജ്യം എല്ലാ മനുഷ്യരും, സകല ആളുകളും വളരെ ശ്രദ്ധയോടെ കേൾക്കണം. മിക്കവാറും 99% ഓഫ് തിയോളജിയൻസ് പറയുന്നത് അത് റോമൻ സാമ്രാജ്യമാണെന്ന്. അത് റോം സാമ്രാജ്യമാണ്. അപ്പം റോം സാമ്രാജ്യമാണെന്നും അതുകൊണ്ട് അതിന്റെ കാൽപാദം എന്ന് പറയുന്നത് ഇനി 5 വിരലുകള് യൂറോപ്യൻ യൂണിയൻ ആണെന്നും, ഇനി 5 രാജ്യങ്ങൾ 10 രാജ്യങ്ങൾ 5 രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ ആണ്. അങ്ങനെ റോം വീണ്ടും വരാൻ പോവുകയാണ്. ആ റോമിന്റെ ഒരു പ്രതീകമായിട്ടാണ് റോമൻ കാത്തലിക്ക സഭ ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് പഠനങ്ങൾ, വിരോധവും വിദ്വേഷവും ഒക്കെ നിറച്ച് നമ്മൾ വളരെ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിരോധികൾ ആരുമില്ലാത്ത സമൂഹമാണ് ദൈവരാജ്യത്തിന്റെ സിറ്റിസൺസ്. അത് നമ്മൾ മനസ്സിലാക്കുക. സൺസ് ഓഫ് ഗോഡ് ആണ് നമ്മൾ. നമുക്ക് ഉപദേശത്തിന്റെ പേരിലോ വ്യക്തികളുടെ പേരിലോ ആശയങ്ങളുടെ പേരിലോ ആരുമായിട്ടും വിരോധം വെക്കാൻ ദൈവപുത്രന്മാർക്ക് അധികാരമില്ല. ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് ദൈവപുത്രന്മാരോടാണ്. ഞാൻ വിശ്വാസികളോടും പൂർണ്ണസമയ വിശ്വാസികൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്കില്ല. നമ്മുടെ ഈ പഠനങ്ങളെ ശ്രദ്ധിക്കുന്നവർക്കറിയാം, വി ഓൾവേസ് ഫോക്കസ് ഓൺ സൺസ് ഓഫ് ഗോഡ്. ദൈവപുത്രന്മാർ എന്ന കോൺസെപ്റ്റ് അല്ലാതെ നമ്മൾ ഇന്ന സഭയിലെ വിശ്വാസിയാണോ ഇന്ന മതത്തിലാളാന്നുള്ള ഒരു ചിന്ത പോലും നമ്മൾ അതിന്റെ ഒരു അല്പം പോലും കൊണ്ടുവരാൻ താല്പര്യമില്ല. അത് വിശുദ്ധ ബൈബിൾ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് വിരോധങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അതുകൊണ്ട് അതിനുവേണ്ടി സത്യസന്ധമായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പ്രബോധിപ്പിക്കുക. നിങ്ങൾക്ക് ചരിത്രപരമായിട്ടൊക്കെ പഠിക്കാം. ഞാനിത് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ എടുത്ത് നിങ്ങൾ സ്വാളോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
അങ്ങനെയാണോ എന്ന് തിരുവെഴുത്തുകളും മറ്റ് ഇതര പുസ്തകങ്ങളൊക്കെ വെച്ച് പരിശോധിക്കുവാനുള്ള അവകാശം നിങ്ങൾക്ക് ഉണ്ട്. അപ്പം പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഈ നാലാമത്തെ ഇരുമ്പ് സാമ്രാജ്യം റോം ആണെന്നാണ് എനിക്ക് തോന്നുന്നു. കുറച്ച് പേരൊഴിച്ച് ഒരു വിരലിൽ എണ്ണാവുന്ന പെർസെൻറ്റേജ് ഒഴിച്ച് ബാക്കി 95% ഓഫ് ക്രിസ്ത്യൻ ടീച്ചേഴ്സ് ആൻഡ് സ്കോളേഴ്സ് പറയുന്നത് അത് റോം ആണെന്ന്. ഞാനതിനെ നിരാകരിക്കാനായിട്ടോ അവർ കഴിവില്ലാത്തവരെന്ന് പറയാനായിട്ടോ അവർ പറയുന്ന എല്ലാം ആനമണ്ടത്തരമെന്ന് പറയാനൊന്നും ഞാനില്ല. അത് പറയാനുള്ള അവകാശം എനിക്ക് ഇല്ല. പക്ഷെ നമ്മൾ വിശുദ്ധ ബൈബിളിനെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടത്. റോം എന്ന് പറയുന്നത് എപ്പോഴാണ് വന്നെന്ന് നമ്മൾ അറിയണം. അതിനു മുമ്പ് ഈ സാമ്രാജ്യങ്ങളൊക്കെ എപ്പോഴാണ് സ്ഥാപിക്കപ്പെട്ട് തുടങ്ങിയത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഇതൊക്കെ വന്നു തുടങ്ങിയതെന്ന് ഞാൻ ആദ്യം ഒന്ന് പറയാം. എന്നിട്ട് ഫോർത്ത് കിങ്ഡത്തിലേക്ക് വരാം. കാരണം ആ നാലാമത്തെ കിങ്ഡത്തിന്റെ കാലത്തിലാണ് ഈ കല്ല്, കൈതൊടാത്ത കല്ല് സ്വർഗത്തിൽ നിന്ന് വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. കൈതൊടാത്ത കല്ല്. ഇനി ഒന്നാമത്തെ സാമ്രാജ്യം അത് പൊന്നാണ്. ഞാൻ ഈ പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു ബിംബമാണിത്. ഇതൊരു ടൈം ലൈൻ പറയുമ്പോൾ തന്നെ, അതായത് സാമ്രാജ്യങ്ങളുടെ കാലാനുക്രമമായ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഇതിനെ ഒരു ബിംബമാണ്. അതായത് ഒരു സെപ്പറേഷൻ ഒന്നും ഇല്ലാത്ത, ഒരു ഗ്യാപ്പ് ഇടാൻ പറ്റാത്ത ഒരു ബിംബമായിട്ടാണിത് ദർശനത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തെ ഈ ബിംബത്തിന്റെ തല എന്ന് പറയുന്നത് പൊന്നുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു എന്ന് ദാനിയേലിന്റെ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 37-38 വാക്യങ്ങളിൽ നമുക്ക് വായിപ്പാൻ കഴിയും. ഞാനത് നിങ്ങൾക്ക് വായനയ്ക്ക് വിടുന്ന റെഫറൻസ് പറഞ്ഞു വിടുന്നു. 37-38 കാലഘട്ടം. ആ കാലഘട്ടം ബാബിലോൺ, അത് BC 626 BC 539 കാലഘട്ടങ്ങളിലാണ് ഈ സാമ്രാജ്യത്തെ നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ഇസ്രായേലിനെ ദൈവം ശിക്ഷിച്ച് ബാബേൽ പ്രവാസത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നു. ഈ കാലഘട്ടത്തിൽ, അതായത് നമ്മൾ ഈ പറഞ്ഞ പൊന്നിന്റെ കാലഘട്ടത്തിലാണ് ദാനിയേൽ പ്രവാചകൻ ഈ ദർശനം പ്രാപിക്കുന്നതും ദാനിയേൽ പ്രവചന പുസ്തകം രചിക്കുന്നതും. അവിടെ കൊണ്ടുപോകുമ്പോൾ അവരെ അടിവാളായിട്ട് കൊണ്ടുപോകുന്നെങ്കിലും ഒരുപാട് ബാലന്മാരെയും യൗവനക്കാരെയും രാജാവ് തന്റെ രാജധാനിയിലേക്ക് എടുക്കുന്നുണ്ട്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേലൊക്കെ അതിൽ ഉൾപ്പെടുന്നവരാണ്. നമുക്ക് നന്നായിട്ട് അറിയാം. പൊന്നുകൊണ്ടുള്ള രാജ്യമായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഗ്ലോറിയിലാണ് ആ രാജ്യം നിലനിന്നിരുന്നത്. ആദ്യത്തെ സാമ്രാജ്യമാണ് ഇത്. നമ്മളിപ്പോൾ ജീവിക്കുന്ന ജനാധിപത്യ രാജ്യത്തിലാണ്. ജനാധിപത്യം എന്ന് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, ജനങ്ങൾ ജനങ്ങളെ തെരഞ്ഞെടുക്കുന്ന ആളുകളെ കൊണ്ട് തങ്ങളെ ഭരിക്കാൻ വേണ്ടി വിടുക. അതിന്റെ അസ്ഥിരതയും അതിനകത്തെ ബലഹീനതയും ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. കാരണം നമ്മുടെ ഇടയിൽ തന്നെ നമ്മൾ ഒരാളെ തെരഞ്ഞെടുത്തിട്ട് നമ്മൾ നേതാവാക്കിയിട്ട് പറയുക നാട് നന്നാക്കാൻ. നമ്മളെ കൊണ്ട് ഇതുവരെ നാട് നന്നാക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അതാണ് ഈ ജനാധിപത്യത്തിന്റെ പ്രശ്നം. 100 പേര് ചേർന്ന് 99 പേര് ചേർന്ന് 100ാമത്തെ ആളിനെ നേതാവായിട്ട് അങ്ങ് തെരഞ്ഞെടുത്തിട്ട് പറയാം ഇയാൾ പോയി ഞങ്ങൾക്ക് വേണ്ടി നാട് ശരിയാക്കാൻ പറയുക. അപ്പൊ നമുക്ക് തന്നെ അറിയാം ഇയാൾ നമ്മുടെ കൂടെ ഉള്ള ആളാണ്. നമുക്കേ പറ്റാത്തത് അദ്ദേഹത്തിന് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് വേറെ കാര്യം. ഒരുപാട് ജനാധിപത്യത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത്തെ ബിംബത്തിന്റെ രണ്ടാമത്തെ ഭാഗം വെള്ളിയാണ്. ഈ വെള്ളി എന്ന് പറയുന്നത് മേദ്യ പേർഷ്യ. ഞാനിത് പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ഈ പൊന്നുകൊണ്ടുള്ള സാമ്രാജ്യം അവസാനിക്കുന്നത് നമുക്കറിയാം. ബെൽത്ശസ്സർ എന്ന് പറയുന്ന രാജാവ് ദൈവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണപാത്രങ്ങളെ വിരുന്ന് വാഴികളുടെ മുമ്പിൽ വീഞ്ഞും മദ്യവും ഒക്കെ പകരാൻ വേണ്ടി ഉപയോഗിക്കുകയും തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവാലയത്തിലെ പാത്രങ്ങളെ ഉപയോഗിച്ചപ്പോൾ സർവശക്തിയുള്ള ദൈവം ന്യായവിധിയുടെ വിരൽ അദ്ദേഹത്തിന്റെ ഭിത്തിയിൽ എഴുതി മെനെ മെനെ തെക്കൽ ഉഫർസീൻ എന്ന് പറഞ്ഞ് എഴുതി. ഒരു രാത്രിയിൽ ദൈവം അത് എഴുതുന്ന രാത്രി തന്നെ മേദ്യ പേർഷ്യ ദാരിയാവേശ് രാജാവ് ബെൽത്ശസ്സറിനെ കൊല്ലുന്നു. അതായത് ആ ബിംബത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ബിംബത്തിന്റെ തല തൊട്ട് താഴെ ഒരു ഗ്യാപ്പുമില്ലാതെ ഒറ്റ രാത്രി കൊണ്ട് ബാബേൽ സാമ്രാജ്യം മേദ്യ പേർഷ്യയുടെ കീഴിലേക്ക് വരുന്നു. അങ്ങനെ മേദ്യ പേർഷ്യ എന്ന് പറയുന്നത് ഒരു രാത്രി കൊണ്ടാണ് അതിന് ട്രാൻസിഷൻ സംഭവിക്കുന്നത്.
സ്വർണത്തിനും വെള്ളിക്കും ഇടയിൽ ഗ്യാപ്പൊന്നുമില്ല. ഒറ്റ രാത്രി കൊണ്ട് അവസാനത്തെ ബേൽത്ശസ്സറിനെ കൊല്ലുകയും ദാര്യാവേശ് അല്ലെങ്കിൽ കോരശ രാജാവ് അല്ലെങ്കിൽ മേദ്യ പേർഷ്യയുടെ രാജാവ് നാട് പിടിക്കുകയും ചെയ്യുകയാണ്, കോരശ രാജാവ്. അത് നമുക്കറിയാം. ആ സമയത്താണ്, ആ കോരശിന്റെ കാലത്താണ് ബാബേലിൽ കിടന്നവർക്ക് തിരിച്ചു പോകാനായിട്ട് അവസരം കൊടുക്കുന്നത്. ദേവാലയം പണിയാൻ തിരിച്ചു പോകും. നെഹമിയാവിന്റെ കാലഘട്ടവും ഒക്കെ അത് തന്നെയാണ്. എസ്തേറിന്റെ കാലഘട്ടവും അത് തന്നെ. നിങ്ങൾ ഇതൊക്കെ മനസ്സിൽ വെച്ചേക്കണം. എസ്തേറിന്റെ പുസ്തകം, നെഹമിയാവിന്റെ പുസ്തകം, എസ്രായുടെ പുസ്തകം, ദാനിയേലിന്റെ പുസ്തകം, ഇതെല്ലാം ബാബിലോൺ സാമ്രാജ്യത്തിന്റെ കീഴിൽ നിന്ന് ജനങ്ങള് മേദ്യ പേർഷ്യയുടെ കയ്യിലെത്തി. മേദ്യ പേർഷ്യയുടെ കാലത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. നിങ്ങളുടെ തലയിൽ അറിവുണ്ടായിരിക്കണം. ഇപ്പം എസ്ര ഏത് കാലത്താണ്, എസ്തർ ഏത് കാലത്താണ്, നെഹമ്യ ഇവരെല്ലാവരും സമകാലികമാണ്, ഒരേ സാമ്രാജ്യത്തിന് കീഴിലാണ്, മേദ്യ പേർഷ്യയുടെ കീഴിലാണ്. അഹശ്വേരോശ് രാജാവിന്റെ കാലഘട്ടത്തിലാണല്ലോ നമ്മുടെ എസ്തർ യഹൂദന്മാർക്ക് വേണ്ടി നിലകൊള്ളുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അത് വെള്ളിയാണ് മേദ്യ പേർഷ്യ. അത് BC 550 മുതൽ BC 330 വരെയാണ്. ഞാൻ ഈ പറയുന്നതിന്റെ കാലം നിങ്ങൾ മനസ്സിലാക്കണം. അത് 626 മുതൽ 639 വരെയാണ് ഏതാ ബാബേലിന്റെ കാലം. അത് കഴിഞ്ഞിട്ട് 650 മുതൽ, അതിന് മുമ്പേ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, മേദ്യ പേർഷ്യ നേരത്തെ തുടങ്ങിയതാണ്. പക്ഷെ ഫുൾ ബാബിലോണിനെ അറ്റാക്ക് ചെയ്യുന്നത് പോലെ 539 അറ്റാക്ക് ചെയ്യുന്നെങ്കിലും അത് രാജ്യമായിട്ട് വന്നത് 550 അത് 330 വരെ ഉള്ള കാലഘട്ടങ്ങളിൽ നിലനിൽക്കുകയാണ്. അതിനുശേഷം വെള്ളിയുടെ, അതായത് മേദ്യ പേർഷ്യയുടെ അടുത്ത് വരുന്ന നമ്മൾ കാണുന്നത് BC 330 മേദ്യ പേർഷ്യ സാമ്രാജ്യത്തെ അലക്സാണ്ടർ എന്ന് പറയുന്നയാള് കീഴടക്കി ഫിലിപ്പ് രാജാവിന്റെ കാലത്താണ് മാസഡോണിയ ഒരു വലിയ രാജ്യമായിട്ട് മാറുന്നത്. അത് 559 മുതൽ 166 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഗ്രീക്ക് സാമ്രാജ്യം ഭരിക്കുന്നു. ഹിസ്റ്ററി ബോറടിക്കരുത്, കാരണം വേദോത്സവത്തിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കുമ്പോൾ ചരിത്രങ്ങൾ കുറച്ച് പറഞ്ഞു. എനിക്ക് എല്ലാ ചരിത്രവും ഒത്തിരി അറിയത്തില്ല ഞാൻ, പക്ഷെ ഈവൻ ഒരു ചരിത്ര വിദ്യാർത്ഥിയാണെങ്കിലും ഒത്തിരി ചരിത്രം അറിയില്ല. അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നതേ ഉള്ളൂ. ഇത് പറയുമ്പോൾ ഞാൻ ഇത് മുഴുവൻ എൻസൈക്ലോപീഡിയ ഒന്നും ചിന്തിക്കരുത്, അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ താമ്ര സാമ്രാജ്യം എന്ന് പറയുന്നത് ഗ്രീക്കാണ്. അത് മാസഡോണിയ, ഗ്രീസ്, അത് വലിയ രാജ്യമായി ഫിലിപ്പ് രാജാവിന്റെ കാലഘട്ടത്തിലാണ് മാറുന്നത്. അതിനു മുമ്പ് അതൊരു നാട്ടുരാജ്യമായിരുന്നു. അലക്സാണ്ടർ ചക്രവർത്തി അതിന്റെ നേതാവായിട്ട് ശക്തിയോടെ രംഗത്ത് വരുന്നു. അത് 530 മുതലുള്ള സമയങ്ങളിൽ 166 വരെ, അതായത് 167 വരെയുള്ള കാലഘട്ടങ്ങളിൽ താമ്ര സാമ്രാജ്യം നിലകൊള്ളും. ആ കാലഘട്ടത്തിൽ ഇനി അടുത്തത് ഇവിടെയാണ് ഒരു ഷിഫ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 3 കാലഘട്ടങ്ങൾ കഴിഞ്ഞു. അതായത് ബിംബത്തിന്റെ തല, നെഞ്ച്, അരക്കെട്ട്, സ്വർണം, വെള്ളി, താമ്രം, ഈ 3 സാമ്രാജ്യങ്ങളെ നമ്മൾ അടുക്കടുക്കടുക്കായിട്ട് കാണും. അതായത് സ്വർണത്തെ മാറ്റി വെള്ളിയിലേക്ക് വരുന്നത് മേദ്യ പേർഷ്യ കൊണ്ടുവരുന്നു. മേദ്യ പേർഷ്യൻ രാജാവിനെ അവസാനിപ്പിച്ചിട്ട് ഗ്രീക്കുകാരെ രംഗത്ത് വരുന്നു. ഇതിനെല്ലാം നമ്മൾ ഈ ദാനിയേലിന്റെ പ്രവചനത്തിൽ ഇതിനെക്കുറിച്ചുള്ളതായ ധാരാളം പ്രവചനങ്ങളുണ്ട്, നമ്മൾ അവിടെ ഒന്നും പോകുന്നില്ല. അതിനുശേഷം താമ്ര സാമ്രാജ്യത്തിന്റെ അവസാനത്തെ ആള് അലക്സാണ്ടറിന് ശേഷം ഗ്രീക്ക് സാമ്രാജ്യം 4ആയിട്ട് പിരിയുന്നു. അതിനകത്ത് 4ാമത്തെ ഒരു ഭാഗമാണ് സെലൂസിഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. സെലൂസിഡ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രവിശ്യയിലാണ് നമ്മുടെ ഇസ്രായേൽ ഉൾപ്പെട്ടത്. എപ്പോഴും ശ്രദ്ധിക്കണം, ഈ സാമ്രാജ്യം വല്ലടവും ഭരിക്കുന്ന വിഷയവുമായിട്ടല്ല ദൈവത്തിന്റെ വിഷയം. ബാബിലോൺ എവിടെങ്കിലും ഭരിച്ചു, ബാബയിൽ ആ നാട്, അതൊന്നും ദൈവത്തിന്റെ പ്രോബ്ലം അല്ല. ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ സാമ്രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് ബന്ധമുള്ളോ, അതാണ് നമ്മുടെ പ്രശ്നം. ദൈവം നാട് ഏതെങ്കിലും അവിടെ ഭരിച്ചു ഇവിടെ ഭരിച്ചു വിഷയമല്ല, അത് ഇസ്രായേലിനെ ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടോ, ഇസ്രായേലുമായിട്ട് അതിന് ബന്ധമുണ്ടോ, അങ്ങനെയാണ് ഈ പ്രവചനങ്ങൾ പോകുന്നത്. അപ്പം എല്ലാ പ്രവചനങ്ങളും എല്ലാ രാജ്യത്തിന്റെ കോൺസെപ്റ്റും ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിലാണ് പോകുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അടിവരയിട്ട് പഠിക്കേണ്ട ചിന്തയാണ്. കാരണം ബാബിലോൺ ആണെങ്കിലും മേദ്യ പേർഷ്യ ആണെങ്കിലും ഗ്രീക്ക് ആണെങ്കിലും ഇതെല്ലാം തന്നെ ഇസ്രായേലിനെ ഡോമിനേറ്റ് ചെയ്തിരുന്നു. ഇസ്രായേലിനെ ഒന്നിനെ ആക്രമിക്കുകയോ അടിമകളാക്കുകയോ കീഴടക്കുകയോ അവരുടെ ഭരണത്തിന്റെ കീഴിൽ കൊണ്ടുവരികയോ ചെയ്തിരുന്നു. ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ സെലൂസിഡ് എന്ന് പറയുന്ന രാജ്യത്തെ ആ പ്രവിശ്യയിലാണ് നമ്മുടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അതിന്റെ ഉപരാജ്യമായിട്ട്
ഉപരാജ്യഭാഗമായി മാറുകയാണ്. സെലൂസിഡ് രാജാക്കന്മാരിൽ അവസാനത്തെ ആളായിരുന്നു ഇസ്രായേലിലെ അന്ന് ആ സെലൂസിഡിലെ ലാസ്റ്റ് രാജാവിന്റെ പേരാണ് ആന്റിയോക്കസ് എപ്പിഫാനോസ്. ഇദ്ദേഹമാണ് യഹൂദന്മാരെ ഏറ്റവും അധികമായി പീഡിപ്പിച്ച രാജാവ്. ഈ ഏറ്റവും അധികമായി ഇദ്ദേഹം പീഡിപ്പിക്കുക മാത്രമല്ല, ഇദ്ദേഹം വിഗ്രഹാരാധന ഇസ്രായേലിൽ കൊണ്ടുവന്നു, പന്നിയിറച്ചി ഭക്ഷിക്കുവാനായി നിർബന്ധിച്ചു. അദ്ദേഹത്തിന്റെ ആജ്ഞയ്ക്ക് വഴങ്ങാത്തവരെ ഇദ്ദേഹം കൊന്നുകളഞ്ഞിരുന്നു. യെരൂശലേമിൽ ഒരുപാട് വിഗ്രഹങ്ങളെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു. യെരൂശലേം ദേവാലയത്തിന്റെ ബലിപീഠത്തിൽ പന്നിയെ അദ്ദേഹം യാഗം കഴിച്ചു. അങ്ങനെ ഒരുപാട് ക്രൂരതകൾ ഈ മനുഷ്യൻ ചെയ്തിട്ടുണ്ട്. ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ കുറച്ചുകൂടെ ശ്രമിക്കാം. ഇദ്ദേഹത്തിന്റെ ഈ കാലഘട്ടത്തില് ഈ 164 മുതൽ 167 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് യുദ്ധങ്ങൾ ഇവിടെ നടക്കുന്നത്. ഈ യെരൂശലേമുമായിട്ടുള്ള ഇസ്രായേലിൽ വന്ന് ഈ അന്തിയോക്കസ് എപ്പിഫാനോസ് എന്ന് പറയുന്ന ആള് യെരൂശലേം ദേവാലയത്തിനകത്ത് വന്ന് പല ക്രൂരമായ കാര്യങ്ങൾ ചെയ്യുന്നു, യഹൂദന്മാരെ കൊല്ലുന്നു, ധാരാളം പ്രശ്നങ്ങൾ അവിടെ സംഭവിക്കുന്നു. അപ്പം ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ അന്റിയോക്കസ് എപ്പിഫാനോസ് എന്ന് പറയുന്ന ഈ ആളെ അവിടെ വന്ന് അദ്ദേഹത്തെ കൊല്ലുന്നത് റോമല്ല. ഇതാണ് നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ടത്. ബാബേൽ സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ചത് മേദ്യ പേർഷ്യ സാമ്രാജ്യമാണ്. മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ചത് ആട്ടുകൊറ്റൻ, നമ്മുടെ ബൈബിളിൽ ഡാനിയേൽ പ്രവചനം പറയുന്ന ആട്ടുകൊറ്റൻ, ശക്തനായ ഒരു ആട്ടുകൊറ്റൻ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആണ് മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ചത്. അങ്ങനെ ഗ്രീക്ക് സാമ്രാജ്യം സ്ഥാപിച്ചു. ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ ഒടുവിലത്തെ ഇസ്രയേലുമായിട്ടുള്ള ബന്ധം ഞാനത് എപ്പോഴും മനസ്സിലാക്കണം. അദ്ദേഹം ഇപ്പം 4 പ്രവിശ്യ ഇവിടെ ഉണ്ട്, ബാക്കി 3 പ്രവിശ്യ അപ്പുറത്തുണ്ട്. അതിന്റെ എന്താ നമുക്ക് വിഷയമല്ല. കാരണം ഇസ്രയേലുമായിട്ടാണ് എപ്പോഴും ഇത് കണക്റ്റഡ്, യഹൂദനുമായിട്ടാണ് ഇത് കണക്റ്റഡ്. അവര് ഏത് രാജ്യം പിടിക്കുന്നതിനേക്കാളും ജൂവുമായി ഇസ്രയേലുമായിട്ടാണ് ദൈവം ഈ പ്രൊഫറ്റിക് ടൈം ടേബിളിനെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ആന്റിയോക്കസ് എപ്പിഫാനോസ് എന്ന് പറയുന്ന ആളിന്റെ ദേവാലയത്തിൽ വെച്ച് എന്ത് ചെയ്തു, വലിയ പ്രശ്നം ഉണ്ടായി. ആ സമയത്ത് ഞാൻ ഒരു മിനിറ്റ്, ഈ ഇദ്ദേഹത്തിന് വിരുദ്ധമായിട്ട് ഇസ്രായേലിൽ നിന്ന് പ്രതിരോധം വന്നു. ഇസ്രായേലിന് പ്രതിരോധം വരിക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഈ ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ രാജാവായ ആന്റിയോക്കസ് എപ്പിഫാനോസിനോട് മത്സരിക്കാൻ തുടങ്ങി. കാരണം അവർ ആലയത്തിനകത്ത് വന്ന് ഇദ്ദേഹം പന്നിയെ അറക്കുന്നു, മ്ലേച്ഛ വിഗ്രഹങ്ങളെ സ്ഥാപിക്കുന്നു, യഹൂദന്മാരെ കൊല്ലുന്നു. ഭയങ്കരമായ പ്രശ്നം. ഇസ്രായേലിൽ യെരൂശലേമിൽ വലിയ വിനാശം സംഭവിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് ആ നാട്ടിൽ, യഹൂദന്റെ നാട്ടില് അവരുടെ ഇടയിലെ ഒരു കൂട്ടം ആളുകൾ, അവരെ കുറിച്ച് നമ്മൾ മക്കാബിയറുടെ പുസ്തകത്തിൽ വായിക്കാൻ പറ്റും. മക്കാബിയൻസിനെ നമുക്ക് കാണാം. മക്കാബിയർ, ഈ മക്കാബിയർ എന്ന് പറയുന്ന ഒരു വംശം, ആ വംശത്തിലെ ആ കുടുംബത്തിലെ ആളുകൾ എന്ത് ചെയ്യുകയാണ്, ആന്റിയോക്കസ് എപ്പിഫാനോസിനെ കൊല്ലുകയാണ്. ഞാനത് നോട്ട് ചെയ്തിരുന്നത് ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, ഇവരുടെ പേരെല്ലാം എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ എഴുതി വെച്ചേക്കുന്നത് എവിടെ നോക്കും.
നമ്മൾ പറഞ്ഞു വന്നത് ഒന്നാമത്തെ സമരത്തിൽ രണ്ടാം സമരത്തിലേക്ക് പെട്ടെന്ന് വന്നു, രണ്ടാം സമരത്തിൽ മൂന്നാം സമരത്തിലേക്ക് പെട്ടെന്ന് വന്നു, മൂന്നാമത്തെ സമരത്തിൽ നാലാം സമരത്തിലേക്ക് വരാൻ പോകും. അവിടെ വന്ന് യഥാർത്ഥത്തിൽ വരേണ്ടത് ആരാ? കോമൺ ആയിട്ട് എല്ലാവരും പറഞ്ഞ റോം വരുന്ന, റോമ വന്ന് ഗ്രീക്കിനെ ഇല്ലാതാക്കി ഗ്രീക്ക് സാമ്രാജ്യത്തിന് മാറ്റിയിട്ട് റോം സാമ്രാജ്യം വരണം. കാരണം അരക്കെട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കാണുന്നത് കാലാണ്, ഇരുമ്പ. ഈ താമ്രത്തിനും ഇരുമ്പിനും നടുവില് ഒരു ഗ്യാപ്പ് ഒന്നുമില്ല. ഈ തുടയും അരക്കെട്ടും തമ്മിൽ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടല്ല, ഡയറക്റ്റ് ആയിട്ട് അന്നേരം തന്നെ ഇരുമ്പ് വരിക, ഇരുമ്പിന്റെ എൻഡിൽ വന്നേക്കുന്ന ഇരുമ്പും കളിമണ്ണും. പക്ഷേ പ്രശ്നം BC 164 അല്ലെങ്കിൽ 167 ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ ആധിപത്യം ഇസ്രായേലിന്റെ മേൽ നിന്ന് അവസാനിക്കുകയാണ്. 164 BC യെരുശലേമിന്റെ മീതെയുള്ള ഗ്രീക്കുകാരുടെ എന്ത് പറഞ്ഞ അന്റിയോക്കിസ് എപ്പിഫാനോസ് എന്ന് പറയുന്ന ആളിന്റെ ആധിപത്യം അവസാനിക്കും. അവസാനിപ്പിച്ചത് റോം അല്ല, മറിച്ച് ഇവരെ അവസാനിപ്പിച്ചത് മക്കാബിയറാണ്, മക്കാബിയ സഹോദരന്മാർ. ഈ മക്കാബിയ സഹോദരന്മാര് ഈ ഇദ്ദേഹത്തെ ദേവാലയത്തിൽ വെച്ച് കൊല്ലുന്നുണ്ട്. ദേവാലയത്തിൽ കടന്നു വന്ന് കൊന്ന് ഇസ്രായേലിനെ സ്വതന്ത്രമാക്കി. അതായത് ഗ്രീക്കുകാരുടെ മേൽക്കോയ്മയിൽ നിന്ന് ഇസ്രായേലിനെ സ്വതന്ത്രമാക്കി. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് മക്കാബിയരുടെ പുസ്തകത്തിലാണ്. മക്കാബിയരുടെ പുസ്തകം 2 മക്കാബിയർ 5-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ഇത് നമ്മൾ കത്തോലിക്ക ബൈബിളുണ്ട് കേട്ടോ. കത്തോലിക്ക ബൈബിൾ എന്ന് പറയുമ്പോൾ ആളുകൾ പേടിച്ച് വിറച്ചൊന്നും പോകരുത്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അതൊക്കെ പോയി പഠിക്കുക. ഈ കത്തോലിക്ക ബൈബിളില്, കത്തോലിക്ക ബൈബിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, കാത്തലിക്സ് ഉപയോഗിക്കുന്ന ബൈബിളില് 2 മക്കാബിയർ 5:1 ഇക്കാലത്ത് അന്ത്യോക്കസ് രണ്ടാമനും ഈജിപ്തിനെ ആക്രമിച്ചു. യെരുശലേം നഗരത്തിന് മുകളിൽ 40 ദിവസം ദർശനമുണ്ടായി. സുവർണ കവചം ധരിച്ച അശ്വസേന കുന്തങ്ങളും ഊരിയ വാളുമേന്തി ആകാശത്തൂടെ സംഘങ്ങളായി പായുന്ന ദൃശ്യമായി. കുതിരപ്പട അണിനിരന്നു. അക്രമവും പ്രത്യാക്രമണവും എല്ലായിടത്തും പരിചകൾ വീശി കുന്തങ്ങളും ശൂലങ്ങളും ചുഴറ്റിയെറിഞ്ഞു. സ്വർണ വിഭൂഷകൾ തിളങ്ങി, പടച്ചട്ടകൾ മിന്നി. അദൃശ്യം ശുഭ ശകുനമായി തീരാൻ എല്ലാവരും പ്രാർത്ഥിച്ചു. അന്തിയോക്കസ് അന്തരിച്ചുവെന്നൊരു വ്യാജശ്രുതി പറന്നു. ജാസൻ 1000-ൽ കുറയാത്ത സൈന്യത്തെ ശേഖരിച്ച് നഗരത്തിൽ മിന്നലാക്രമണം നടത്തി. നിങ്ങൾ ഈ മക്കാബിയ സഹോദരന്മാര് എങ്ങനെയാണിത് കൈയടക്കി എന്നുള്ളത് ഈ പുസ്തകങ്ങളിൽ നിങ്ങൾക്ക് വായിപ്പാനായിട്ട് കഴിയും. ശ്രദ്ധിക്കുക. ഇനി ഇങ്ങനെ മക്കാബിയർ ഈ മക്കാബിയർ ഇവര് ഈ അന്റിയോക്കസ് എപ്പിഫാനോസിനെ കൊന്നിട്ട് ഗ്രീക്ക് സാമ്രാജ്യത്തെ അവസാനിപ്പിച്ചു, ഇസ്രായേലിനെ സ്വതന്ത്രമാക്കി. നമ്മളിപ്പോ വായിച്ചില്ലേ, അവർ ആകാശത്തിൽ ചില ദർശനങ്ങൾ കണ്ടു. ഇത് പിന്നെ ഇസ്രായേലിൽ കാണുന്നത് ജോസീഫസിന്റെ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു ദർശനം, അശ്വമേധങ്ങളും ആയുധ പടയാളികളുടെ ദർശനം ചരിത്രപരമായി ജോസീഫസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം 230 വർഷത്തിന് ശേഷമാണ്. അതായത് 164-നും ശേഷം 230 വർഷം കഴിഞ്ഞപ്പോ, അതായത് ഏകദേശം AD 70-ലാണ് പിന്നെ യെരുശലേമിനെ ആക്രമിക്കുവാൻ വരുന്നതായ അക്രമകാരികളുടേതായ ഒരു ദർശനത്തെ നമ്മൾ ജോസീഫസിന്റെ പുസ്തകത്തിൽ നിന്ന് മുൻപുള്ള നമ്മുടെ പഠനങ്ങളിൽ ഞാൻ നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സംഭവിച്ചത് എങ്ങനെയാണ്? ഈ ഏകദേശം 2 ഡെക്കേഡ്സ് 20 വർഷത്തോളം മക്കാബിയർ സഹോദരന്മാർ ഇവർക്കെതിരെ ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്തു. അന്റിയോക്കസിനെ കൊന്നു. ജ്യൂസ് എന്ത് ചെയ്തു? ഇസ്രായേലിന്റെ ഇൻഡിപെൻഡൻസ് ഡിമാൻഡ് ചെയ്തു. ഇത് നിങ്ങൾ എല്ലാവരും കേൾക്കണം. കാരണം ബാബിലോൺ ആക്രമിക്കുന്ന കാലം മുതൽ ഏകദേശം ഒരു 500 വർഷത്തോളം ഇസ്രായേൽ അടിമത്തത്തിലായിരുന്നു, മറ്റു രാജാക്കന്മാരെ അടിമകളായി. ആന്റിയോക്കസ് എപ്പിഫാനോസിനെ കൊന്ന് ഇസ്രായേൽ സ്വതന്ത്രമായി. ഇസ്രായേലിനെ സ്വതന്ത്ര രാജ്യമായിട്ട് ഇവര് പ്രഖ്യാപിക്കുക. BC 142 64 അല്ല കൊന്നു 162 ഇസ്രായേൽ സകലവിധമായ അടിമത്തത്തിൽ നിന്ന് പൂർണ്ണമായി സ്വതന്ത്രമായി. മക്കാബിയ പുസ്തകങ്ങളിൽ വായിക്കുന്നത് ശലോമോന്റെ കാലത്ത് ഉണ്ടായിരുന്നത് പോലെയുള്ള
സമൃദ്ധിയിലേക്കും ഫ്ലറിഷ്നെസ്സിലേക്കും ഐശ്വര്യത്തിലേക്കും ഇസ്രായേൽ കടന്നു വന്നു. ഓക്കെ, അവസാനം മക്കാബിയ സഹോദരന്മാരുടെ പിതാവായ മത്താത്യാസ് മരിച്ചു. അതിനുശേഷം ഈ റിവോൾട്ട്, ഈ ഇസ്രായേലിന്റെ നിയന്ത്രണം അദ്ദേഹത്തിന്റെ മകനായ ജൂഡാ മക്കാബി എന്ന് പറയുന്ന ആള് ഏറ്റെടുത്തു. ഈ യുദ്ധത്തിന്റെ അവസാനത്തിൽ ഈ സഹോദരന്മാരിൽ, ഈ മത്തിയാസ് എന്ന് പറയുന്ന ആൾക്ക് 5 സഹോദരന്മാരുണ്ട്, 5 മക്കളാണുള്ളത്. 5 മക്കാബിയ സഹോദരന്മാരിൽ സൈമൺ എന്ന് പറയുന്ന ആള് ഇസ്രായേലിനെ ഏകദേശം 80 വർഷത്തോളം, അതായത് ആ കാലം മുതൽ 80 വർഷത്തോളം ഇസ്രായേൽ ഒരു ഇൻഡിപെൻഡന്റ് രാജ്യമായി തുടർന്നു. അത് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ഫ്ലറിഷിംഗ് ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ മത്താത്യാസ് എന്ന് പറയുന്ന ആളിന്റെ പിതാവ്, ഞാൻ ഇത് ശ്രദ്ധിക്കണം, മത്താത്യാസ് എന്ന് പറയുന്ന ആളിന്റെ പിതാവ്, ഇവിടെയൊക്കെ പേര്, മത്താത്യാസ് എന്ന് പറയുന്ന ആള് മക്കാബിയറിന്റെ പിതാവാണ്. മത്താത്യാസ് അസമോനിയസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ അസമോനിയസ് മത്താത്യാസ് എന്ന് പറയുന്ന ആള്, ഇദ്ദേഹത്തിന്റെ പുത്രന്മാർ ഈ ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ നേതാവിനെ കൊന്ന് സ്ഥാപിച്ചെടുത്ത ആ സാമ്രാജ്യം, മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ഒത്തിരി കൺഫ്യൂഷൻ വരുത്താതെ പോകാം. ആ സാമ്രാജ്യത്തിന്റെ പേരാണ് ഈ മക്കാബിയ സഹോദരന്മാരുടെ പിതാവായ മത്താത്യാസ് അസ്മോനിയസ് എന്ന് പറയുന്ന ആൾ. അവരുടെ ഡൈനാസ്ട്രി ആയ ഒരു രാജഗ്രഹം പോലെ വന്ന് ഭരണം ഏറ്റെടുത്ത് നാട് ഭരിക്കാൻ തുടങ്ങി. നാട് ഭരിക്കാൻ തുടങ്ങിയ ഇവര് ആ രാജവംശത്തിന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡൈനാസ്ട്രിയുടെ പേര് ഹസ്മോനിയൻ രാജവംശം. ഞാൻ ഇതൊക്കെ കഷ്ടപ്പെട്ട് പറയുന്നത്, ഇത് റോമാണെന്ന് പഠിപ്പിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. റോമാണെന്ന് പഠിപ്പിക്കുന്ന ധാരാളം ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മുടെ തിയോളജി എല്ലാം റോമിലേക്ക് തന്നെ പോകുന്നു, യൂറോപ്പിലേക്ക് പോകുന്നു, കത്തോലിക്ക ചർച്ചിലേക്ക് പോകുന്നു, അങ്ങനെ ഒരു പരുവത്തിന് പോകുന്നത് അതുകൊണ്ടാണ്. എന്നാൽ റോം എപ്പോഴാണ് വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗ്രീക്കുകാരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചത് ഹസ്മോനിയൻ എന്ന് പറയുന്ന രാജവംശത്തിലെ മക്കാബിയറാണ്. ഈ മക്കാബിയ സഹോദരന്മാരാണ് ഇസ്രായേലിനെ സ്വതന്ത്ര രാജ്യമായിട്ട് പ്രഖ്യാപിച്ചത്. ഒന്ന് മക്കാബിയർ 13-ാം അധ്യായത്തിന് 41 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ മക്കാബിയറുടെ പുസ്തകം വായിക്കാം. അവിടെയെല്ലാം ഈ വിഷയത്തെക്കുറിച്ച്, ജാതികളുടെ മുഖത്തെ ഇസ്രായേലിന്റെ മേൽ എടുക്കുന്ന വിഷയത്തെക്കുറിച്ച് നന്നായിട്ട് പറയുന്നുണ്ട്. തീർന്നിട്ടില്ല. വാർ ഓഫ് ജ്യൂസ്, അതായത് ജോസീഫസിന്റെ പുസ്തകമായ വാർ ഓഫ് ജ്യൂസിൽ ബുക്ക് നമ്പർ 1 അതിന്റെ 2-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെയാണ് പറയുന്നത്. സൈമൺ ഷിമയോൻ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മക്കാബിയ സഹോദരന്മാരുടെ ഒരു സഹോദരൻ ഷിമയോൻ, managed the public affairs after the courageous manner and took Gazara, Joppa and Jamna, which were cities in the neighborhood. He also got the garrison under and demolished the citadel. He also led a great many men in ambush in many places of the mountains, was superior to all of his attacks upon him. And when he had been conquered after so glorious manner, he was made high priest. ഇവർ ഭരണം മാത്രമല്ല എടുക്കുന്നത്, കൂട്ടത്തിൽ ഈ പൗരോഹിത്യം കൂടെ അവർ എടുക്കുകയാണ്. And also freed the Jews from the dominion of Macedonians. ഗ്രീക്കുകാരുടെ അടിമത്തം അവരെ വിടുവിച്ചു. After 170 years of empire, പിടികിട്ടുന്നുണ്ടോ? 170 വർഷത്തെ മാസഡോണിയക്കാർ ഗ്രീക്കുകാരുടെ ബന്ധനത്തിൽ നിന്ന് ഇവർ സ്വതന്ത്രമാക്കിയ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ റോം എന്ന് പറയുന്ന സംഭവത്തെ നമ്മൾ ഇവിടെ എങ്ങും കാണുന്നില്ല. റോം വന്നിട്ടില്ല ഇതുവരെ. 164 ആന്റിയോക്കസ് എപ്പിഫാനസിനെ കൊല്ലുന്നു. അതിനുശേഷമുള്ള ഏകദേശം ഒരു 80 വർഷത്തോളം അസ്മോനിയൻ രാജവംശമാണ് ഭരിക്കുന്നത്. ഞാൻ ഇതിന്റെ പീരീഡ് ഒരു പ്രാവശ്യം കൂടെ പറയാം. ബോഡി പാർട്ട്, ഞാനിത് പറഞ്ഞല്ലോ, ടൈം ലൈൻ അല്ല, ഒരു ബോഡിയാണ്. അപ്പം റോം എപ്പോഴാ വന്നെന്ന് ഞാൻ പറയാം. റോം ഇസ്രായേലിന്റെ ഭരണത്തിലേക്ക് വരുന്നത് BC 27 ഇതൊക്കെ നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് സെക്കുലർ ചരിത്രം പഠിക്കുക.
BC 27 റോം ഒരു സാമ്രാജ്യമായിട്ട് അതിനു മുമ്പ് റോം ഉണ്ട് കേട്ടോ. പക്ഷെ റോം മറ്റ് നാടുകളെ മൊത്തം ചേർത്ത് വെച്ച് ഒരു സാമ്രാജ്യമായി, ഒരു എംപയർ ആയിട്ട് മാറി. ഇസ്രായേലിന്റെ മേൽ കൂടെ ഒരു ഡോമിനേഷൻ, അത് പൂർണ്ണമായിട്ടല്ല, ടോട്ടൽ ഡോമിനേഷൻ ഇസ്രായേലിന്റെ മേൽ വന്നിട്ടില്ല ഒരിക്കലും റോമിന്. റോം ഒരു പാർഷ്യൽ ആയിട്ടെങ്കിലും ഇസ്രായേലിന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചത് BC 27 ശേഷം. അപ്പൊ 164 മുതൽ BC 27 വരെയുള്ള ആ കാലഘട്ടം, ആ ബോഡി പാർട്ടിൽ എവിടെ പോകും നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതിപ്പം ടൈം ലൈൻ ആണെങ്കിൽ പറയാം, ഓക്കെ ഇന്ന സ്ഥലം ഇന്നൊരു ഗ്യാപ്പ് ഉണ്ടെന്ന് പറയാം. ഇത് ഗ്യാപ്പില്ല. താമ്രം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇരുമ്പ് വന്നേ പറ്റൂ, ഇരുമ്പ് വരണം. കാരണം താമ്രത്തെ തട്ടി ഉടയ്ക്കേണ്ടത്, താമ്രത്തിന് പകരം ട്രാൻസിഷൻ വരുന്നത് ഇരുമ്പിലോട്ടാണ്. താമ്രം ഗ്രീക്കാണ്, ഗ്രീക്ക് കാര്യം കഴിഞ്ഞാൽ ഉടനെ റോം വരണം. പക്ഷെ റോം വന്നിട്ടില്ല. റോമിനും ഗ്രീക്കിനും ഇടയ്ക്ക് ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റവും കുറഞ്ഞത് 100 വർഷത്തെ ഗ്യാപ്പുണ്ട്. 100 അല്ല, അതിൽ മേളുണ്ട്. 140 വർഷത്തെ ഗ്യാപ്പുണ്ട്. 140 വർഷത്തെ ഗ്യാപ്പ്. ഏറ്റവും കൂടുതൽ 140 വർഷത്തെ ഗ്യാപ്പിന് ശേഷം അത്രയും നാൾ ഇസ്രായേൽ സ്വതന്ത്രമായിട്ട് നടക്കുക, അല്ലെങ്കിൽ ഇവരുടെ ആരുടെ അടിമത്തത്തിലല്ല. ബാബിലോൺ വരുന്നു, മേദ്യ പേർഷ്യ വരുന്നു, ഗ്രീസ് റോം വരുന്നു. അതിനുശേഷം വരുന്നത് ശ്രദ്ധിക്കണം, ഇരുമ്പും കളിമണ്ണും ചേർന്നത് റോം അല്ലെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കും. അത് ഹസ്മോനിയൻ രാജവംശമാണ്. ഇത് നമ്മുടെ സോ കോൾഡ് എക്ലീഷിയാസ്റ്റ് അല്ലെങ്കിൽ എസ്കറ്റോളജിക്കൽ പ്രീച്ചേഴ്സിന്റെ ഇടയിൽ അത്ര പരിചയമില്ലാത്ത ഒരു പഠനമാണ്. പക്ഷെ ഇത് നിങ്ങൾ മനസ്സിലാക്കുക, കാലും കാൽപാദങ്ങളും ഹസ്മോനിയൻ രാജവംശം അത് ഇസ്രായേലാണ്. കേൾക്കണം, കാരണം ഇസ്രായേലിന്റെ കയ്യിലാണ് ഇപ്പോൾ ആധിപത്യം. ഇസ്രായേലിന്റെ പൂർണ്ണാധിപത്യം ഒരിക്കലും റോമിന്റെ കയ്യിൽ ഇസ്രായേൽ കൊടുത്തിട്ടില്ല. ഇസ്രായേല് യേശുക്രിസ്തുവിന്റെ കാലത്ത് പോലും ഇസ്രായേലിനെ ഭരിച്ചിരുന്നത് റോം അല്ല. റോമിന് ചുങ്കം കൊടുത്ത് ഇസ്രായേൽ അവരുടെ സ്വാതന്ത്ര്യത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ രാജാക്കന്മാരില്ല, അതുകൊണ്ട് ഗവർണർമാരെ മാത്രമേ നിർത്തിയിട്ടുള്ളൂ. മറ്റ് അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് ഹസ്മോനിയൻ രാജവംശത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ കുറെ മുമ്പോട്ട് വന്നു കഴിയുമ്പോൾ ഹെറോദിയൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊക്കെ മറ്റൊക്കെ ഒന്ന് പോകാൻ നോക്കാം. അപ്പം 164 മക്കാബിയർ അന്റിയോക്കസ് എപ്പിഫാനോസിനെ തകർക്കുന്നു. 142 വരുമ്പോൾ ഇസ്രായേൽ 142 BC ഇസ്രായേൽ പൂർണ്ണമായിട്ട് മാസഡോണിയ ഗ്രീക്കിന്റെ കയ്യിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആകുന്നു. BC 63 ഞാൻ ഈ പറഞ്ഞു കേൾക്കണം. BC 63 റോമൻ സ്റ്റേറ്റ്മാൻ ആയ പോംബെ ദ ഗ്രേറ്റ് ജൂഡിയൻ ഒരു സിവിൽ വാർ, യഹൂദന്മാരുടെ ഇടയിലുള്ള ഒരു സിവിൽ വാറിൽ അദ്ദേഹം ഇടപെടുന്നുണ്ട്. ഹർക്കാനസും അരിസ്റ്റോബുലസും എന്ന് പറയുന്ന രണ്ട് ഈ യഹൂദിയ ഭരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ക്യൂൻ അലക്സാൻഡ്രിയ ഷലോമെ എന്ന് പറയുന്നവരുടെ രണ്ട് പുത്രന്മാരാണ്. ഇവർ തമ്മിലുള്ള യുദ്ധത്തിൽ ജൂഡയിൽ കലഹം ഉണ്ടായി. അങ്ങനെ ബോംബെ ഇതിനകത്ത് ഇടപെടുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ റോം ഇവരെ കീഴടക്കുന്നുണ്ട്. BC 47 വന്നപ്പോ ജൂഡിയയുടെ ഭരണം ജൂഡിയയിലേക്ക് ഒരു റോമിന്റെ ഒരു അധികാരി അയക്കുന്നുണ്ട്. അതായത് ഇസ്രായേലിനെ മൊത്തമായിട്ട് അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. BC 47 വന്നപ്പോഴേക്കും റോം എന്ത് ചെയ്യുന്നുണ്ട്, ഒരാളിനെ ജൂഡിയയിലേക്ക് അവരുടെ ഭരണത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ പറഞ്ഞ പോലെ ഒരു പ്രൊക്യുറേറ്ററിനെ അയക്കുകയാണ്. അദ്ദേഹം പോകുന്നുണ്ട് ജൂഡിയയുടെ ഭരണത്തിലേക്ക്. പക്ഷെ ടോട്ടലി അവരുടെ കയ്യിൽ നിയന്ത്രണത്തിലേക്ക് പോകുന്നില്ല. BC 40 മുതൽ BC 37 കാലഘട്ടങ്ങളിൽ 40 മുതൽ 37 ആ BC സമയത്താണ് ഹസ്മോനിയൻ രാജവംശത്തിന്റെ കയ്യിൽ നിന്ന് നേരെ ഈ അധികാരം ഹെറോദിന്റെ കയ്യിലേക്ക് പോവുക. നമ്മുടെ ബൈബിൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഹെറോദ് എന്ന് പറയുന്ന ഒരാൾ ഭരിക്കുന്നതായിട്ട് കാണാം. ഹെരോദ് രാജാവ് നമ്മൾ വായിച്ചിട്ടുണ്ട്. യേശു ജനിക്കുമ്പോൾ ഹെരോദ് രാജാവ്, ഹെറോദ് ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ആദ്യത്തെ രാജാവ് BC 40 അദ്ദേഹം ഇസ്രായേലുമായിട്ട് അല്ലെ റോം ഇദ്ദേഹത്തെ അവിടുത്തെ രാജാവായിട്ട് അപ്പോയിന്റ് ചെയ്തു. ഈവൻ
ഇത് ഹസ്മോനിയൻ രാജവംശത്തിൽ തന്നെ വന്ന ആളാണ്. അതായത് ഈ ഹസ്മോനിയൻ രാജവംശം ഇരുമ്പാണ്. എപ്പോഴും ശ്രദ്ധിക്കണം, ഹസ്മോനിയൻ രാജവംശം ഇരുമ്പാണ്, ശക്തന്മാരാണ്. റോമിന് പോലും അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ അന്തകനായിരുന്നു, അവസാനത്തെ രാജാവിനെ കൊല്ലുക, ഇരുമ്പാണ്. അതിനുശേഷം കടന്നു വരുന്നത് ഹെറോദിയൻസ് ആണ്. ഹെറോദിയൻസ് എന്ന് പറഞ്ഞാൽ ഈ ഹെറോദാവ് എന്ന് പറയുന്ന ആള് ഏദോമിലെ ആളാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഏദോം. ഹെറോദാവ് എന്ന് പറയുന്നവൻ ഏദോമിനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഹസ്മോനിയ രാജവംശത്തിൽപ്പെട്ട ആളാണ്, യഹൂദ സ്ത്രീയാണ്. ഓക്കെ, അപ്പം ഏദോമും യഹൂദനോട് ചേരുക, അല്ലെങ്കിൽ ഹസ്മോനിയരോട് ചേരുക. ഇരുമ്പും കളിമണ്ണും. ഏദോമിന്റെ വാക്കിനർത്ഥം തന്നെ നമുക്കറിയാം, മണ്ണ. ഏദോം എന്ന് പറഞ്ഞാൽ ചുമന്നവൻ, ടോക്കിംഗ് അബൌട്ട് മഡ് ഓർ ക്ലേ. സോ ഇരുമ്പും കളിമണ്ണും കൂടെ ചേരുന്ന ഒരു സാമ്രാജ്യം ഹെറോദ്യ സാമ്രാജ്യമാണ്. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ഹെറോദ്യ സാമ്രാജ്യം, ഹെറോദാവും അദ്ദേഹത്തിന്റെ സാമ്രാജ്യം, അത് അത്ര ശക്തമല്ലാതിരുന്ന ഒരു സാമ്രാജ്യം. അത് BC 40 ആകുമ്പോഴേക്കും ഹെറോദിനെ റോം ഇവിടുത്തെ രാജാവായിട്ട് അപ്പോയിന്റ് ചെയ്ത്. റോം ഭരിക്കുന്നില്ല, ഹെറോദ് ഈ നാട് ജൂഡിയ ഭരിക്കുവാനായിട്ട് തുടങ്ങും. BC 37 ഹസ്മോനിയൻ റൂൾസ് അവസാനിക്കുന്നുണ്ട്. ഹസ്മോനിയ രാജവംശം അവസാനിക്കുന്നത്, അതായത് ഹസ്മോനിയൻസിന്റെ മക്കാബിയ വംശത്തിന്റെ അവസാനമാണ് BC 37. അങ്ങനെ ഹെറോദിന്റെ കൺട്രോളിലേക്ക് അത് വരികയും പിൽക്കാലത്ത് BC 27 റോമൻ എംപയർ ആരംഭിക്കുകയും ചെയ്യുകയും. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ റോമൻ എംപയർ ആരംഭിക്കുന്നത് BC 27. അതിനുശേഷം ബാക്കിയുള്ള ചരിത്രങ്ങൾ നമുക്ക് ഒത്തിരി ഉണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും പോകുന്നില്ല. പറഞ്ഞു വന്നതിന്റെ സാരം, ദാനിയേൽ കണ്ട ഈ പ്രവചനത്തിലെ, ദാനിയേൽ കണ്ട ഈ ബിംബത്തിലെ തല ബാബിലോൺ, നെഞ്ച് മേദ്യ പേർഷ്യ, താമ്രമായിരിക്കുന്ന ഗ്രീക്ക്, ആ ഗ്രീക്ക് സാമ്രാജ്യത്തെ ഒടുക്കി അടുത്തത് വരുന്നത് ഇരുമ്പാണ്. ഇരുമ്പ് എന്ന് പറയുന്നത് യഹൂദ ഗോത്രത്തിൽപ്പെട്ട മക്കാബിയ സഹോദരന്മാർ ഭരിക്കുകയാണ്. ആ ഗോത്രത്തിൽ നിന്ന് ഒരു സ്ത്രീയെ എടുത്തോണ്ട് ഏദോമ്യനായ ഇദൂമ്യനായ ഹെറോദാവിന്റെ വംശം, ആ ഡൈനാസ്ട്രി ആരംഭിക്കുന്നു. അങ്ങനെ ഇടകലർന്നിരിക്കുകയാണ്, ജാതികൾ തമ്മിൽ ഇടകലർന്ന, കളിമണ്ണും ഇരുമ്പും ചേരാത്തതുപോലെ ഇടകലർന്നിരിക്കുന്ന ഒരു കൂട്ടിക്കലറാൻ കഴിയാത്ത ഒരു ബന്ധം ഇവരുടെ ഇടയിൽ, അത് ഇരുമ്പും കളിമണ്ണുമാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ യഹൂദിയെ കുറിച്ച് പറയുന്ന ഒരു പ്രവചനമുണ്ട്. അത് നിങ്ങൾ കേട്ടോ. അവകാശമുള്ളവൻ വരുവോളം, എല്ലാരും കേൾക്കാം, അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. ലിസൺ. അപ്പം യേശു ക്രിസ്തു എന്ന അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ ആരുടെ കയ്യിൽ നീങ്ങിപ്പോകാൻ പാടില്ല? യഹൂദിയുടെ കയ്യിൽ നീങ്ങിപ്പോകാൻ പാടില്ല. രാജ്യം യഹൂദിയുടെ കയ്യിലിരിക്കണം, അധികാരം യഹൂദിയുടെ പക്കലിരിക്കണം. യഹൂദയുടെ പക്കലിരിക്കുന്ന ആ ചെങ്കോലിനെ പിടിച്ചു വാങ്ങാനാണ് ദാവീദിന്റെ കുലത്തിൽ മിശിഹ വരാൻ പോകുന്നത്, അല്ലാതെ റോമിന്റെ കയ്യിൽ നിന്ന് അധികാരം പിടിക്കാനല്ല. സഹോദരങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദിയിൽ നിന്നും രാജദണ്ഡവന്റെ മുഴങ്കാലൂടെ നീങ്ങിപ്പോകത്തില്ലെന്ന് പറഞ്ഞാൽ, അവകാശമുള്ള ക്രിസ്തു വരുമ്പോൾ അവകാശി, അധികാരി ആര് തന്നെ ആയിരിക്കണം? യഹൂദനായിരിക്കണം, യഹൂദ ഗോത്രമായിരിക്കണം. യഹൂദ ഗോത്രം തന്നെയാണ്, യഹൂദ ഗോത്രം തന്നെയാണെന്ന് ഭരിച്ചുകൊണ്ടിരുന്നത്. അസ്മോനിയൻ ഡൈനാസ്റ്റി ഞാൻ പറഞ്ഞു, അത് യഹൂദമാണ്. മത്തിയാസ്, അസാമോനിയസ്, ജൂഡാസ്, മക്കാബിയൻസ്, ജോനാദാൻ, അപ്പോസ്, സൈമൺ, മത്തിയാസ്, ജോൺ, ഹിർഖാനസ്, ജൂഡാസ്, അരിസ്റ്റോബുലസ്, അലക്സാണ്ടർ, ജനിയൂസ് എന്ന് പറയുന്ന കുറെ ആളുകൾ ഇങ്ങനെ
ഭരിച്ചിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ടൊന്നും നിങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ രാജാക്കന്മാരുടെ കാലം ഞാൻ ഈ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഹസ്മോനിയൻ രാജവംശം അവസാനിച്ചു. ഈ രാജവംശത്തെ കുറിച്ചുള്ള വെളിപ്പാടുകൾ ദാനിയേലിന്റെ പ്രവചനത്തിലുണ്ട്. ഹെരോദിന്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഹെരോദ് രംഗത്ത് വന്നത് പറഞ്ഞു. അവസാനമായിട്ട് ഞാൻ ഹെരോദിന്റെ രാജ്യത്തെക്കുറിച്ച് ഒന്ന് പറയുമ്പോൾ അതാണ് ആ കല്ല് വരുന്ന സമയം. അവിടെ ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്: 41-ൽ ഇങ്ങനെയാണ്: കാൽവിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടതിന്റെ താല്പര്യമോ അത് ഒരു ഭിന്ന രാജ്യത്വമായിരിക്കും. എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതുപോലെ അതിൽ ഇരുമ്പിനുള്ള ബലം കുറെ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഹെറോദിയൻ ഡൈനാസ്ട്രിയാണ്. ഹെറോദിയൻ ഡൈനാസ്ട്രിയില് ഒരു ഡിവൈഡഡ് കിങ്ഡം ആണ്. കിങ്ഡം ഷാൽ ബി ഡിവൈഡഡ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഹെറോദ രാജാവിനെ അവിടെ രാജാവായിട്ട് BC 40 മുതൽ 37 വരെ ഗ്രേറ്റ് ഹെറോദ ഗ്രേറ്റിനെ റോമ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്തു? റോമൻ ജനറൽ പോംബെ അദ്ദേഹത്തിന്റെ കാലത്ത് he divided the Hasmonean Empire into 5 districts. ഞാൻ മനസ്സിലായി. അതായത് ഇതിനു മുമ്പ് വരെ നിലനിന്നിരുന്നത്, അതായത് ഹസ്മോനിയൻ രാജവംശത്തിൽ തന്നെയാണ് ഈ ഹെറോദിയൻസ് വരുന്നത്. ഹെറോദിയൻസ് വരുമ്പോൾ ഹസ്മോനിയൻ ഡൈനാസ്ട്രിയെ 5 ഡിസ്ട്രിക്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ഭിന്ന അതെല്ലാം എഴുതിയിരിക്കുന്നത് നോക്കി. ഇരുമ്പ് 4-ാമത്തെ രാജ്യത്തും ഇരുമ്പിന് വിളവായി ഇരുമ്പ് സകലത്തെ തകർത്ത് കളയുന്നു. താഴോട്ട് വന്നു കാലം ഭിന്ന രാജ്യത്വം, ഡിവൈഡഡ് കിങ്ഡംസ്. ഈ ഒരു സ്ഥലത്തെ തന്നെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തു. 1 ജെറുസലേം, 2 ഗാഡർ, 3 അമാത്തുസ്, 4 ജെറിഗോ, 5 സെഫോറിസ്. 5 ആയിട്ട് ഈ കാൽപാദം ഡിവൈഡഡ് ആവുന്നത്. ഹെറോദിന്റെ ഡൈനാസ്ട്രി വരുമ്പോ ഹസ്മോനിയൻ രാജവംശത്തെ ബോംബെ ദ ഗ്രേറ്റ് എന്ത് ചെയ്തു? ഡിവൈഡഡ് ദ എംപയർ ഇൻടു 5 ഡിസ്ട്രിക്ട്. അതിനകത്ത് ഓരോന്നിന്റെ മുകളിലും ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റലിനെ അദ്ദേഹം നിയോഗിച്ചാക്കി. ഓരോന്നിനെയും അവിടെ നിയോഗിച്ചാക്കുന്നുണ്ട്. ഈ മൊമെന്റിലാണ്, ഈ സമയത്താണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജനിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ, അപ്പൊ ഹെറോദിന്റെ ഡൈനാസ്റ്റിയുടെ ടൈമിലാണ് നമ്മുടെ ക്രിസ്തു ജനിക്കുന്നത്. നിങ്ങൾ മനസ്സിലാകുന്നുണ്ട്? അവകാശമുള്ളവൻ വരുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? യഹൂദനും ഇദൂമ്യനും തമ്മിലുള്ള. അപ്പം ആ ഡൈനാസ്റ്റിയുടെ ഭാഗത്തിൽ യഹൂദനുണ്ട്. ഇവന്റെ പക്കൽ നിന്ന് ജൂഡയുണ്ട്, യഹൂദ ഗ്രഹമുണ്ട്. ആ യഹൂദ ഗ്രഹത്തിന്റെ കയ്യിൽ നിന്ന് ഇത് പിടിച്ചു വാങ്ങാനായിട്ടാണ് കർത്താവ് വരുന്നത്. തീർന്നിട്ടില്ല കേട്ടോ. ഈ സാമ്രാജ്യം അവസാനിക്കുന്നത് AD 70-ലാണ്. ഞാൻ അതുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. AD 70 വരെ, ഏകദേശം AD 66 വരെ, AD 66 വരെ ഈ സാമ്രാജ്യത്തിന്റെ ഭരണം അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഡോമിനേഷൻ റോമിന്റെ കയ്യിൽ കൊടുത്തിട്ടില്ല. ആമേൻ, കൊടുത്തിട്ടില്ല. ആദ്യമായിട്ട് വന്നത് ഹെറോദ ഗ്രേറ്റ് ഉണ്ട്, ഫെറോറാസ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അരിസ്റ്റോബുലസ് ഉണ്ട്, ഹെറോദ് അർക്കിലാസ് ഉണ്ട്, ഹെറോദ് അന്തിപ്പാസ് ഉണ്ട്, ഫിലിപ്പ് ഉണ്ട്, അഗ്രിപ്പ രാജാവുണ്ട്. നമുക്കിതൊക്കെ നമ്മുടെ അപ്പോസ്തലപ്രവൃത്തിയിലൊക്കെ വായിക്കാൻ പറ്റും ഇല്ലേ? അഗ്രിപ്പാവ് എന്നതൊക്കെ. അരിസ്റ്റോബുലസ് എന്ന് പറയുന്ന ലാസ്റ്റ് വരുന്നു. അദ്ദേഹം BC AD 66-ൽ അവിടെ ഭരിക്കുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ കാരണം, ഈ സാമ്രാജ്യം, അതായത് യേശു വരുമ്പോഴും യേശു ജഡത്തിൽ വെളിപ്പെടുമ്പോഴും ഭരിച്ചുകൊണ്ടിരുന്നത് ഹെറോദിയൻസ് ആണ്. യേശു രണ്ടാമത് വരുമ്പോഴും, രണ്ടാമത് വരുമെന്ന് പറഞ്ഞാൽ ഇനിയും വരുന്ന കഥയല്ല, മനുഷ്യപുത്രന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷത AD 70-ൽ
ഇസ്രായേലിന്റെ വിനാശത്തെക്കുറിച്ചുള്ള ആ ഒരു പരോഷ്യൽ, ആ ഒരു വരവിലും യഹൂദനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് യൂദ ഗോത്രമാ, ഹെറോദിയൻസിന്റെ വംശമാണ്. റോം അന്നും അവരെ ഭരിക്കുന്നില്ല. റോം മുഴുവൻ ഭരണവും ഏറ്റെടുത്തത് AD 70 ശേഷമാണ്. ഈ രാജാക്കന്മാരുടെ കാലത്ത്, ഏതൊക്കെ രാജാക്കന്മാരുടെ കാലത്ത് പിടികിട്ടിയോ? ബാബിലോൺ, മേദ്യ പേർഷ്യ, ഗ്രീക്ക്, ഹസ്മോനിയൻ രാജവംശം. റോം അല്ല. കാരണം റോമും ഇതിന് തമ്മിൽ ഒരുപാട് ഗ്യാപ്പ്, 100-120 വർഷത്തെ ഗ്യാപ്പുണ്ട്. നമ്മൾ ഇവിടെയാണ് നമ്മൾ മിക്സപ്പ് ആക്കുന്നത്. ഇവിടെ നമ്മൾ എങ്ങനെ ഈ കാൽപാദം എന്ന് പറയുന്നത് റോം വീണ്ടും വരാൻ പോവുകയാണ്. കാൽപാദം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനാധിപത്യ രാജ്യമാണ്, സാമ്രാജ്യമാണ്. അങ്ങനെ അസ്ഥിരമായ ഭരണം ഉണ്ടാകാൻ പോവുകയാണ്. അമേരിക്ക തകർന്നു പോകുന്നു, റഷ്യ തകർന്നു പോകുന്നു, സോവിയറ്റ് യൂണിയൻ തകർന്നു പോയി, ചൈന തകർന്നു പോയി. ഇപ്പോൾ നമ്മുടെ യൂറോപ്യൻ യൂണിയനകത്ത് ഭിന്നത വന്നിരിക്കുന്നു, ബ്രിട്ടീഷ് സാമ്രാജ്യം മാറിയിരിക്കുന്നു, ജർമ്മനി വിട്ടുപോകുന്നു. ഇങ്ങനെല്ലാം പ്രസംഗം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ സമയത്ത് ആര് വരാൻ പോകുന്നു? ആര് വരാൻ പോകുന്നു? യേശു വരാൻ പോകുന്നു. ഞാനൊരു കൊച്ചു ചോദ്യം ചോദിക്കാം, കുഞ്ഞു ചോദ്യം. ഇന്ന് ഭൂമിയിൽ എവിടെയാ രാജഭരണം? ഈ പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും കാലത്ത് യേശു വരുന്നു എന്നല്ല പറഞ്ഞ, ഈ രാജാക്കന്മാരുടെ കാലത്താണ് ദൈവം നിത്യരാജ്യത്തെ സ്ഥാപിക്കാൻ പോകുന്നത്. പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും പ്രൈം മിനിസ്റ്ററിന്റെയും ഒക്കെ കാലത്തല്ല. ഇന്ന് രാജഭരണം എവിടെയാ ഉള്ളത്? ഏതോ മൂലയിൽ കിടക്കുന്നുണ്ട്. ഒരു ദുബായിൽ ഒരു രാജ, അല്ലെങ്കിൽ ഏതോ ആഫ്രിക്കയിൽ ഏതോ ഒരു സ്ഥലത്തെ കാണാൻ 2-3 രാജാക്കന്മാരല്ലാതെ ലോകം മൊത്തം ഇപ്പൊ ആരാ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? സോഷ്യലിസമോ അല്ലെങ്കിൽ ഡെമോക്രസിയോ ഒക്കെ അല്ലേ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയല്ലേ ഭരണം നടക്കുന്നത്? ഇപ്പൊ രാജാക്കന്മാർ ആര് ഭരിക്കുന്നു? പക്ഷെ രാജ്യം എപ്പോഴാ സമയം? ഈ രാജാക്കന്മാരുടെ കാലം. രാജ്യഭരണത്തിന്റെ സമയത്ത് ആര് വരിക? ക്രൈസ്റ്റ് വരികയാ പ്രിയപ്പെട്ടവരെ. അപ്പം യേശു ക്രിസ്തുവിന്റെ രാജ്യം ആരുടെ പക്കൽ എടുക്കുക? യഹൂദന്റെ പക്കൽ നിന്ന് സാമ്രാജ്യം എടുക്കുക. എല്ലാവരും കേട്ടോണം. അസ്മോന്യൻ രാജവംശത്തിന്റെ അവസാനം ഹെറോദിന്റെ കയ്യിൽ നിന്ന്, ജൂവിന്റെ കയ്യിൽ നിന്ന് കൈതൊടാത്ത കല്ല് വന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ, യേശുക്രിസ്തുവിന്റെ വരവിൽ യെരൂശലേമിനെ കല്ലിന്റെ മേൽ കല്ല് ശേഷിപ്പിക്കാതെ ചിതറിച്ച കാലത്ത് നമ്മുടെ കർത്താവായ ക്രിസ്തു വെളിപ്പെട്ടതിന്റെ അന്ന് ഈ രാജ്യം അവരുടെ പക്കൽ നിന്ന് എടുക്കുകയാണ്. എടുത്തിട്ട് മറ്റൊരു ജാതിക്ക് കൊടുക്കുകയാ. എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജ്യം സ്ഥാപിക്കുകയാ. ഒരു കാലത്ത് നശിച്ചു പോകാത്ത ഒരു രാജ്യം സ്ഥാപിക്കുകയായിരുന്നു. AD 70 അത് സംഭവിച്ചു എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ആമേൻ. ഇനി യേശു രാജ്യം സ്ഥാപിക്കാൻ വരുന്നു എന്നത് നമ്മുടെ ചുമ്മാതുള്ള മോഹം, വെറും മോഹം മാത്രം. യേശു രാജ്യം സ്ഥാപിച്ചിട്ട് ഇന്നേക്ക് ഏകദേശം 1950 വർഷം കഴിഞ്ഞു. 1950 വർഷത്തിന് മുമ്പ് യേശു കർത്താവിന്റെ രാജ്യം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ വെളിപ്പാട് എന്ന് സഭയ്ക്ക് വരുന്നോ അന്ന് സഭ ഭൂമിക്ക് പ്രയോജനമുള്ളവരായി മാറത്തുള്ളൂ. ഇവിടെ അസത്യങ്ങളും കെട്ടുകഥകളും മനുഷ്യ മനസ്സിനെ ഒരു 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 ക്യാൻസർ പോലെ ബാധിച്ചിരിക്കുക. യേശു ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഒരു രാജ്യം സ്ഥാപിക്കും, യെരൂശലേം കേന്ദ്രമായിട്ട് ഭരിക്കും, ഭൂമി മൊത്തം നന്നാകാൻ പോവുകയാണ്. അന്ന് മരണമില്ല, രോഗമില്ല, ദുഃഖമില്ല, കണ്ണീരില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാം പ്രതീക്ഷയാകാൻ പോവുക എന്നുള്ള എന്റെ പ്രിയപ്പെട്ടവനെ, ഈ മോഹം നീ പുസ്തകത്തെ നന്നായിട്ട് പഠിക്കാത്തത് കൊണ്ടാണ്. വേണമെങ്കിൽ എന്നോട്, ഞാനെല്ലാം പഠിച്ചെന്നുമല്ല എന്റെ അർത്ഥം. രാജ്യം സ്ഥാപിക്കപ്പെട്ടു എന്ന കാര്യം മറക്കരുത്. ഈ രാജാക്കന്മാരുടെ കാലത്ത് കർത്താവ് വരിക. ഞാൻ ഒന്നുകൂടെ അവസാനത്തെ ഭാഗത്തെ മനസ്സിലായി. 164 BC മുതൽ 137 BC വരെ ഹസ്മോനിയൻ രാജവംശം ഭരിച്ചു. നോട്ട് ചെയ്യുക. 37 മുതൽ
AD 66 വരെ ഹെറോദിയൻ ഡൈനാസ്റ്റി ഭരിച്ചു. 66 മുതൽ 73 വരെയുള്ള കാലഘട്ടത്തിൽ മഹായുദ്ധം നടന്നു. ഗ്രേറ്റ് വാർ ഓഫ് ജെറുസലേം. ഹല്ലേലൂയ. അന്ന് നമ്മുടെ കർത്താവ് ഇറങ്ങി വരിക, രാജാതി രാജാവായി ഇറങ്ങി വരിക. കർത്താതി കർത്താവായിട്ട് അവൻ വന്നു, മഹിമയോടെ വന്നു, മഹത്വത്തോടെ വന്നു. ദൈവപുത്രന്റെ, മനുഷ്യപുത്രന്റെ വരവ് സാധ്യമായി സംഭവിച്ചു. അവൻ രാജ്യത്തെ എടുത്ത് മറ്റൊരാളുടെ പക്കലേക്ക് കൊടുക്കുക. യേശു രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇതാണ് നമ്മുടെ അടിത്തറ. ഈ അടിത്തറ കോണം ഇനിയും രാജ്യം സ്ഥാപിക്കാൻ പോകുന്നു എന്ന ബാലിശമായ ചിന്താഗതിയിൽ നാം മുൻപോട്ട് പോയാൽ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉപയോഗശൂന്യമായ ഇൻസ്റ്റിറ്റ്യൂഷനായി നമ്മുടെ ആളുകൾ മാറും. നിങ്ങൾക്കറിയാമോ, ഇന്ന് പണ്ട് പുനലൂര് ഞങ്ങളുടെ നാട്ടില് റെയിൽവേ നാരോ ബ്രിഡ്ജ് ആയിരുന്നു, മീറ്റർ ഗേജിന്റെ ട്രെയിൻ ബ്രോഡ് ഗേജിൽ ഓടത്തില്ല. അത് ആദ്യം മനസ്സിലാക്കണം. ക്രിസ്തുവിന്റെ സഭ, ലോകം ഇന്ന് ബ്രോഡ് ഗേജിലും ഹൈസ്പീഡിലും ട്യൂബ് റെയിലിലൂടെ ഒക്കെ പോവുക. മണിക്കൂറിൽ 500 കിലോമീറ്റർ വേഗത്തിൽ ലോകം പോകുമ്പോ ഇന്നും സഭ മീറ്റർ ഗേജിൽ ഇഴഞ്ഞുകൊണ്ടിരിക്കുക. സഭയ്ക്ക് ലോകത്തോട് എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? ദൈവത്തിന് ഭൂമിയിൽ പ്രവർത്തിക്കാൻ ഇന്നുള്ള ഏക ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിസ്തുവിന്റെ സഭയാണ്. ക്രിസ്തുവിന്റെ സഭയെ കൂടാതെ ഈ ഭൂമിയിൽ ഒന്നും ദൈവത്തിന് ചെയ്യാൻ പറ്റില്ല. സഭ അതിന്റെ ഒറിജിനാലിറ്റിയിലേക്ക് വരാത്തിടത്തോളം കാലം ഭൂമിയിൽ ഒന്നും സാധ്യമാകത്തില്ല. ഞാൻ ഒരു കാര്യം കൂടെ ഉറപ്പിച്ചു പറയാം. യേശു ക്രിസ്തു ഇനിയും ജഡത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഇവിടെ എന്തൊക്കെയോ സ്ഥാപിക്കാൻ പോകുന്നു എന്നത് വെറും നമ്മുടെ ദിവാസ്വപ്നം മാത്രമാണ്. അത് വേദപുസ്തകത്തിന് വിരുദ്ധമാണ്. അങ്ങനൊന്നും ബൈബിളിൽ ഇല്ല. ഇത് പറയുന്നവനെ ദുരുപദേശമെന്നോ അന്തിക്രിസ്തു എന്നോ എതിർ ക്രിസ്തു എന്നോ സാത്താനെന്നോ എന്തു വിളിച്ചാലും പ്രശ്നമില്ല. കാരണം ചില ആളുകൾ ഇവിടെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവാണ് സഭയുടെ പ്രത്യാശ. ബൈബിളിൽ എവിടെയാണ് എഴുതിയേക്കുന്നത്? ബൈബിളിൽ ഏത് ഭാഗത്താണ് യേശുക്രിസ്തുവിന്റെ വരവ് സഭയുടെ പ്രത്യാശയാണ് എഴുതിയിരിക്കുന്നത്? എവിടെയെങ്കിലും ഉണ്ടോ? ഈ പ്രത്യാശയെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ മരിച്ചത്? ഈ പ്രത്യാശിച്ച മൂപ്പിലാമാരിൽ എന്തിയെ? യേശു വരുന്നു, യേശു വരുന്നു, യേശു വരുന്നു എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് പ്രവചിച്ച് നടന്ന അപ്പച്ചന്മാരല്ല എന്തിയെ? എന്തൊരു പേര്, ആ സെല്ലിൽ കൊണ്ടുവന്ന്, സെല്ലെന്നല്ലേ പറയുന്നത്, അടുക്കി അടുക്കി വെച്ചേക്കുമല്ലേ. പ്രത്യാശ ഇപ്പോൾ എന്താ ശവക്കല്ലറല്ല? നിങ്ങളോട് ആര് പറഞ്ഞു യേശു ക്രിസ്തുവിന്റെ മടക്കി വരവ് സഭയുടെ പ്രത്യാശയാണ്? ഇത് പറയുമ്പോൾ ക്രൈസ്തവ ലോകത്തിന്റെ ഏറ്റവും വലിയ സന്ദേശത്തിന് വിരുദ്ധമായിട്ട് ഞാൻ വിരളി ചൂണ്ടുമെന്ന് വിചാരിക്കരുത്. ദൈവരാജ്യത്തിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാത്തിടത്തോളം സഭ അർത്ഥശൂന്യമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഞാൻ തുറന്നു പറഞ്ഞ കഴിഞ്ഞ 2 വർഷമായി ഭൂമിയിൽ ഭാരമായി കിടക്കുന്ന ഏക ഗ്രൂപ്പ് സഭയാണ്. പ്രയോജനമില്ല. പരസ്യയോഗമില്ല. പരസ്യയോഗം എന്ന മാനസിക രോഗമുള്ള ഇപ്പൊ ആളിനെ ഒറ്റയൊരുത്തനെ കാണുന്നില്ല. അതൊരു മാനസിക രോഗമോ ഈ പരസ്യയോഗം എന്ന് പറയുന്നത്? എന്തോ പറയാനുള്ള ഒരു മാനസിക രോഗമാണത്. മദ്യപാനി സ്വർഗരാജോകാശോകത്തിൽ നിന്ന് റോഡ് വെക്കി നിന്ന് പറഞ്ഞ് ആര് രക്ഷപ്പെടും? ദൈവസഭയ്ക്ക് എന്ത് ഗുണം? ദൈവരാജ്യത്തിന് എന്ത് ഗുണം? എന്റെ വിഷയം അതൊന്നുമല്ല. ഞാൻ ഈ പറഞ്ഞു വന്നത് നിങ്ങൾ നോക്കുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ രാജാക്കന്മാരുടെ കാലത്ത്, ഞാൻ അവിടേക്ക് കൊണ്ടുവരിക. രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്തെ സ്ഥാപിക്കും. ഏത് രാജാക്കന്മാരുടെ കാലത്ത്? ഈ ഇരുമ്പും കളിമണ്ണും ആരാന്ന് ഞാൻ പറഞ്ഞു? ഹെറോദിയ ഡൈനാസ്ട്രിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ലോകത്തിൽ ആരെങ്കിലും ഭരിക്കുന്നതായിട്ട് ദൈവത്തിന് ബന്ധമില്ല. ദൈവം ബാബിലോണിനെ കുറിച്ച് പറഞ്ഞതിന്റെ കാരണം ബാബിലോണും ഇസ്രായേലും തമ്മിൽ ബന്ധമുണ്ട്. ബാബിലോണിനെ കീഴടക്കി ബാബിലോൺ ഇസ്രായേലിനെ കീഴടക്കി അടിമയാക്കി. മേദ്യ പേർഷ്യയുടെ കാലത്തും ഇസ്രായേൽ അടിമത്തത്തിലേക്ക് പോയി. ഗ്രീക്കിന്റെ കാലത്തും ഇസ്രായേലിനെ ഡോമിനേറ്റ് ചെയ്തു. അല്ലാതെ ലോകത്തിൽ ഏതെങ്കിലും ഒരു ഡൈനാസ്ട്രിയുമായിട്ടുള്ള ദൈവത്തിന്റെ ബന്ധം ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിലാണ്.
നാലാമത്തെ ഇരുമ്പ് സാമ്രാജ്യം റോമാണെന്ന് ലോകം മൊത്തം പറയുന്നു. പക്ഷേ ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചതും ഇസ്രായേൽ അതിനുശേഷം തുടർഭരണം നടന്നത് റോമിന്റെ അധീനതയിലല്ല, മറിച്ച് ഹസ്മോനിയൻ എന്ന് പറയുന്ന രാജവംശമാണ് ആ ഭരണം ഏറ്റെടുത്ത. ആ ഹസ്മോനിയൻ രാജവംശമാണ് ഇരുമ്പ്. ഹസ്മോനിയൻ രാജവംശത്തിൽ നിന്ന് ഉത്ഭവിച്ചു വന്ന ഹെറോദിയൻ ഡൈനാസ്ട്രി, ഇഥോമിയനായ ഹെറോദും ആ മക്കാബിയ സഹോദരന്മാരുടെ കുടുംബത്തിൽപ്പെട്ട ആ രാജകുലത്തിലെ ഒരു സ്ത്രീയും യഹൂദ കുലവുമായുള്ള മിക്സിംഗ് ആണ് ഹെറോദിയൻ ഡൈനാസ്ട്രി. ആ ഹെറോദിയൻ ഡൈനാസ്ട്രി AD 66 വരെയാണ് ഇസ്രായേൽ ഭരിച്ചത്. യഹൂദയുടെ കയ്യിൽ നിന്നാണ് യേശു കർത്താവ് ചെങ്കോൽ പിടിച്ചു വാങ്ങിച്ചത്. സ്തോത്രം. യേശു ക്രിസ്തു വന്നിട്ട് കൈസറുടെ കയ്യിൽ നിന്നല്ല ചെങ്കോൽ പിടിച്ചു വാങ്ങി. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡവന്റെ മുഴങ്കാലുകളെ നീങ്ങിപ്പോകത്തില്ലെങ്കിൽ യേശു ക്രിസ്തു വെളിപ്പെട്ടപ്പോൾ അവൻ ആരുടെ പക്കൽ നിന്ന്? ജൂവിന്റെ പക്കൽ നിന്ന്, യഹൂദയുടെ പക്കൽ നിന്ന് അവകാശത്തെ പിടിച്ചു വാങ്ങുകയാണ് ചെയ്തത്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, കുറിച്ചു വെക്ക. അന്ന് മുതൽ ദൈവത്തിന്റെ രാജ്യം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഇരിക്കുന്നിടത്ത് കരങ്ങൾ അടിച്ച് കർത്താവിനെ അങ്ങ് സ്തോത്രം ചെയ്തു. അന്ന് മുതലാണ് രാജ്യം ആരംഭിച്ചത്. അന്ന് ദൈവം തന്റെ പുത്രന്റെ രാജ്യത്തെ ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ ചോദിക്കും, പിന്നെ നമുക്കിനി എന്ത് പണി? നമുക്കിനി ആളുകളെ രക്ഷിക്കാനുള്ള പണിയുണ്ടോ? ഇല്ല, ഇല്ല. രക്ഷിക്കപ്പെടുക പണിയില്ല, പാപമോചനം പണിയില്ല. പണം കണ്ട നിങ്ങൾ ആ യുദ്ധത്തിന് വന്നാലും ഞാൻ ഇവിടെ ഉണ്ട്. കാരണം പാപം യേശു മോചിത, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിച്ച ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകത്തിന്റെ മുഴു പാപവും യേശു ചുമന്നു മാറ്റി. ഇനി ഏത് പാപത്തിന് വേണ്ടിയ പരിഹാരം? അപ്പൊ പിന്നെ സഭയുടെ ദൗത്യം എന്താ? സഭയുടെ ദൗത്യം എന്താ? ഇതാണ് നമ്മുടെ പ്രധാന വിഷയം. സഭയുടെ ദൗത്യം എന്താ? രാജ്യം. രാജ്യത്തെ ലോകത്ത് വെളിപ്പെടുത്താനുള്ള വഴി എന്താ? ചർച്ചിലെ ദൈവമക്കൾ അല്ലെങ്കിൽ സഭ എന്ന് പറയുന്ന സ്വർഗീയ എക്ലീഷ്യായുടെ ഓരോ വ്യക്തിയും പുത്രന്മാരായി വെളിപ്പെടുക. പുത്രന്മാർ വെളിപ്പെടുക, വെളിപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുത്രന്മാർ വെളിപ്പെടാൻ വിശ്വസിക്കുന്നുണ്ടോ? ഇനി ഞാൻ പറഞ്ഞില്ലേ, കൊറോണയ്ക്ക് ശേഷം വിശ്വാസിയില്ല, പെന്തിക്കോസ്തില്ല, കത്തോലിക്കയില്ല, ഇതെല്ലാം കാണും. ഇതെല്ലാം കടകൾ അവിടെ കാണും, ഷോറൂം വർക്കും ചെയ്യും. പക്ഷെ സർവശക്തനായ ദൈവത്തിന്റെ പുത്രന്മാർ വെളിപ്പെട്ടു വരാൻ പോകുന്നു എന്ന് ദൈവം എനിക്ക് പുത്രന്മാർ വെളിപ്പെടാൻ പോവുകയാണ്. പുത്രന്മാർ വെളിപ്പെടാൻ പോവുകയാണ്. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞോട്ടെ, ഇന്നേക്ക് 2000 വർഷത്തിന് മുമ്പ് ഒരു പുത്രൻ പാലസ്തീനിൽ വന്നു. ചുമ്മാ ഒന്ന് കയറി ഒരു 3.5 വർഷം ഒന്ന് പാസ് ചെയ്തപ്പോഴേ ആ ചരിത്രം വായിച്ച് തീർന്നിട്ടില്ല. ഇന്ന് ഒരു പുത്രൻ ലോക ചരിത്രത്തെ കീഴ്മേ മറിച്ചെങ്കിൽ, ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിലും എന്നിലും ദൈവം മറച്ചു വെച്ചിരിക്കുന്ന പുത്രത്വത്തിന്റെ മഹത്വം വെളിപ്പെട്ടു വരാൻ പോവുകയാണ്. രാജ്യം വെളിപ്പെടുക, ദൈവം നീതി വെളിപ്പെടുക, പുത്രന്മാർ വെളിപ്പെടുക. നിങ്ങൾ ഇനി ആരെയും രക്ഷിക്കപ്പെടുത്താൻ പോണ്ട. നിങ്ങൾ രക്ഷിക്കപ്പെടുത്താൻ പോണ്ട. നിങ്ങൾ പുത്രന്മാരായി മാറിയാൽ മതി. ഓരോ ആളും ദൈവപുത്രന്മാരായി മാറിയാൽ സമൂഹത്തിന് വരാൻ പോകുന്ന മാറ്റം, സകല സൃഷ്ടിയും ഈറ്റുനോവോടെ കാത്തിരിക്കുന്നു for the manifestations of the ദൈവപുത്രന്മാരുടെ വെളിപ്പാട്. ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി മുഴു സൃഷ്ടിയും കാത്തിരിക്കുക. That means the sons of God, they are going to transform this world. നമ്മുടെ ഭാഷകൾ മാറാൻ പോവുക, നമ്മുടെ ചിന്തകൾ മാറാൻ പോവുക, നമ്മുടെ കൾച്ചറുകൾ മാറാൻ പോവുക, നമ്മുടെ ഇടപാടുകൾ മാറാൻ പോവുക. എക്ലീഷ്യ ഫംഗ്ഷൻ ചെയ്യുക, എക്ലീഷ്യ ചലിക്കാൻ തുടങ്ങുക. ഓ മൈ ഗുഡ്നസ്. കർത്താവിനോട് പറഞ്ഞു, സൂപ്പർ നാച്ചുറൽ അത്ഭുതങ്ങൾ, അതിശയങ്ങൾ വെളിപ്പെടും, വെളിപ്പെടും. ഇനിയും ഞാൻ പറഞ്ഞില്ലേ, പിണങ്ങരുത്, കുറ്റം പറയല്ല. രോഗശാന്തിക്കാരെ കാണാനില്ല, പ്രവാചകന്മാരെ കാണാനില്ല, കൈനോട്ടക്കാരെ കാണാനില്ല, ജ്യോതിഷന്മാരെ കാണാനില്ല, ഓരോരുത്തരും വേണ്ട. പൊക്കോണം പണി നോക്കി
യേശുക്രിസ്തുവിന്റെ ജീവൻ പ്രാപിച്ച ഓരോ പുത്രന്മാരും ഓരോ രോഗശാന്തിക്കാരായി മാറണം, ഓരോ പ്രവാചകന്മാരായി മാറണം. ഇനിയും പുൾപിറ്റിൽ നിൽക്കാൻ ഒരാളും കേട്ടോണ്ടിരിക്കാൻ വേറൊരാളുമല്ല, മുഴു ശരീരമാകുന്ന സഭ ചലിക്കാൻ തുടങ്ങുകയാണ്. ഇനിയും ഒരു വൺ മാൻ ഷോ ഇല്ല, ഇനിയും ഒരു തിയേറ്റർ എഫക്റ്റ് അല്ല വെളിപ്പെടാൻ പോകുന്നത്, മുഴു ശരീരം ചലിക്കാൻ പോവുകയാണ്. നമ്മൾ ഇന്ന് കാണുന്നത്, നമ്മുടെ ഇന്നത്തെ ചർച്ച എന്താ? വെറും തിയേറ്ററാണ്. സ്ക്രീനിൽ ആ സ്റ്റേജിൽ ഷോ നടക്കും, ബാക്കി എല്ലാവരും നോക്കിയിരിക്കും. അതല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. എന്റെ ശരീരമാണ്, എന്റെ ശരീരത്തിനകത്ത് എന്റെ കണ്ണ് മാത്രം ഇങ്ങനെ അനങ്ങുക, എന്തായിരിക്കും തോന്നുന്നത്? കണ്ണ് മാത്രം അനക്കമുണ്ട്, ജീവനുണ്ടെന്ന് തോന്നുന്നില്ലേ? ചർച്ച ഇപ്പൊ അത്രേ ഉള്ളൂ. ആകെ ഒരു അനക്കമുള്ളത് പുൾപിറ്റില, ബാക്കിയുള്ളവരെല്ലാം ശവം പോലെ ഇരിക്കുക. ഈ പുൾപിറ്റിൽ ഇരിക്കുന്നവൻ ഈ ബാക്കി ഇരിക്കുന്നവരെ അനങ്ങാൻ സമ്മതിക്കത്തില്ല. പിടികിട്ടിയോ? അവന് അവരോട് സത്യം പറഞ്ഞു കൊടുക്കൂല. എടാ, നീ ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇവൻ എന്ത് ചെയ്യും? നിനക്ക് ബന്ധനമുണ്ട്, നിനക്ക് പോരാട്ടമുണ്ട്, നിന്നെ തകർക്കുന്ന എന്തോ വെല്ലുവിളിയുണ്ട്, നിന്നെ വരിഞ്ഞു കുറുക്കുന്ന സാത്താനുണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മുടെ കച്ചവടം എങ്ങനെ നടക്കും? ദൈവം അനുഗ്രഹിച്ചവനെ നോക്കിയിട്ട് പറയാം അവന് ശാപം ഉണ്ടെന്ന്. അവന്റെ ശാപം പൊട്ടിക്കാൻ ഞാൻ പോണോ? I just want to tell you, brothers and sisters, that kingdom of God is already came. വന്നു കഴിഞ്ഞു. അയ്യോ, വന്നു കഴിഞ്ഞു. ദൈവരാജ്യം വന്നിട്ടും ഇനി വരും വരും വരുമെന്ന് പറഞ്ഞവൻ വരാതിരിക്കില്ല എന്നുള്ള പാട്ടുണ്ടല്ലോ. വരാന്ന് പറഞ്ഞിട്ടും ആരാ? ഒരു പാട്ടില്ലേ? അത് യേശുവിന്റെ പാട്ടല്ലേ? സിനിമ പാട്ടല്ലേ? വരാന്ന് പറഞ്ഞിട്ട് എനിക്ക് വരാന്ന് പറഞ്ഞിട്ട് വരാതിരിക്കില്ലെന്ന് പറഞ്ഞിരിക്കുകയല്ലേ നമ്മള്. ഇനി രാജ്യം വരാൻ പോകുന്നു, യേശു വരാൻ പോകുന്നു. രാജ്യം എന്താ സ്ഥാപിക്കുക? യെരൂശലേം കേന്ദ്രമാക്കി സ്ഥാപിക്കും. മനസ്സിലാവുന്നുണ്ടോ? കലാഭമണിയുടെ പാട്ടാണ്. വെരി ഗുഡ്, താങ്ക് യു. ഇതിനകത്ത് സാക്ഷാൽ ഒരു ഇസ്രായേലിനെ ഒരുത്തനേ ഉള്ളൂ, അത് ജോഷിയാണ്. ഒരു കാര്യം ഉള്ള കാര്യം ഉള്ള പോലെ പറയും. ഈ യേശു കർത്താവ് വരാൻ പോകുന്നു, രാജ്യം വരാൻ പോകുന്നു, ഈ ചിന്തകൾ മാറ്റുക. രാജ്യം വന്നു കഴിഞ്ഞു. വന്നു കഴിഞ്ഞെങ്കിൽ ഇനി നമ്മൾ പെട്ടെന്ന് ഡ്രസ്സ് മാറി പെട്ടെന്ന് ആക്ടിവേറ്റ് ആയിക്കോണം. പെട്ടെന്ന് ആക്ടിവേറ്റ് ആയിക്കോ. ലിസൺ ടു മീ. ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ലോകത്തെ രക്ഷിക്കുക, വ്യക്തികളെ രക്ഷിക്കുക എന്നുള്ള പരിപാടിയില്ല. ഇനി നേഷൻസിനെ രൂപാന്തരപ്പെടുത്തുക എന്നേ ഉള്ളൂ. ഓ മൈ ഗുഡ്നസ്. രാജ്യങ്ങളെ രൂപാന്തരപ്പെടുത്തുക, ഇന്തോനേഷ്യയെ രൂപാന്തരപ്പെടുത്തുക, ബംഗ്ലാദേശിനെ രൂപാന്തരപ്പെടുത്തുക, പാകിസ്ഥാനെ രൂപാന്തരപ്പെടുത്തുക, കൊറിയയെ നേഷൻസ്. ഓ കം ഓൺ പീപ്പിൾ ഓഫ് ഗോഡ്, കം ഓൺ, കം ഓൺ, കം ഓൺ. ഹല്ലേലൂയ. ഇനി ഏതോ ഗ്രാമങ്ങളിൽ പോയി ഏതോ 3 വ്യക്തികളുടെ മേൽ ഒരു സുവിശേഷം, നരകത്തിൽ ആ പരിപാടിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ആ കച്ചവടം നിർത്ത്. റീറ്റെയിൽ ബിസിനസ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഹോൾസെയിൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് വാ. ആമേൻ, ആമേൻ. വാ വാ വാ. ഞാൻ നേരത്തെ പറഞ്ഞു കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ സഭയുടെ പേര് പുത്തൻ യെരൂശലേം. പുത്തൻ യെരൂശലേമിനെ കുറിച്ച് ഒന്ന് വായിച്ചു നോക്ക്. ഞാനൊക്കെ വായിക്കുമ്പോൾ ഞാൻ എൻ്റെ സ്ഥലത്ത് തുള്ളിച്ചാടി യേശുവിനെ മഹിമപ്പെടുത്തുന്നതാണ്. വെളിപ്പാട് പുസ്തകം 21:23 നഗരത്തിൽ പ്രകാശിപ്പിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. ഓ മൈ ഗുഡ്നസ്. എന്ന് പറഞ്ഞാൽ ഇന്ന് ചർച്ച് മൂവ് ചെയ്യുന്നത് ദൈവ തേജസ്സിന്റെ പ്രകാശത്തിലാണ്. കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. യെസ്. അടുത്തത് 24. ജാതികൾ എന്ന വേർഡിനെ നിങ്ങൾ മലയാളത്തിൽ ഉണ്ടെങ്കിൽ അത് വെട്ടി അപ്പുറത്ത് രാജ്യങ്ങൾ എന്നെഴുതുക. രാജ്യങ്ങൾ. ജാതികൾ എന്ന് പറഞ്ഞാൽ ഹിന്ദുവും മുസൽമാനും വരുന്നതല്ല. രാജ്യങ്ങൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും. കമോൺ, കമോൺ, കമോൺ. ആ രാജ്യം എന്നതിനെ നോക്കി ഞാൻ ഇങ്ങനെ പറഞ്ഞു. ബംഗ്ലാദേശ്, ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, യൂറോപ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്ക, എന്തുവാ, ഓസ്ട്രേലിയ, റഷ്യ. അതിന്റെ വെളിച്ചത്തിൽ. ഏതിന്റെ വെളിച്ചത്തിൽ?
ദൈവ തേജസ്സിന്റെ വെളിച്ചത്തിൽ നടക്കും. പുത്തൻ യെരൂശലേം വെളിപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞു, the nations shall walk in the light. തീർന്നില്ല. ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. Come on, hallelujah. നമ്മളങ്ങനല്ല, രാജാക്കന്മാരെ നമ്മൾ സ്നാനപ്പെടുത്താൻ നോക്കുക, അതാ നമ്മുടെ പണി. പക്ഷെ പുസ്തകം പറയുന്നു, രാജാക്കന്മാർ അവരുടെ മഹത്വവുമായി പുത്തൻ യെരൂശലേമിലേക്ക് വരും. ഈ പട്ടണത്തിൽ വ്യാപരിക്കുന്ന വെളിച്ചത്തിൽ നേഷൻസ് നടക്കും. കമോൺ, ഇത് വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ? രാജ്യങ്ങൾ അവന്റെ വെളിച്ചത്തിൽ നടക്കും. കമോൺ, ഇത് പ്രാപ്യമായ വെളിപ്പാടാണ്, സംഭവിക്കേണ്ട വെളിപ്പാടാണ്, നടക്കാൻ പോകുന്ന സംഭവങ്ങളാണ്. ഓ ഹല്ലേലൂയ. ആഫ്റ്റർ കൊറോണ അതിന്റെ വെളിച്ചത്തിൽ നടക്കും. തീർന്നിട്ടില്ല. 22 താഴ്ത്തു വായിക്കുമ്പോ പറയാണ്, യാതൊരു ശാപവും അവിടെ ഇല്ല. 22, നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. ഞാൻ 22ലേക്ക് പോവാം. 22 ഒന്ന് നോക്കി. നാളെ ദൈവം അനുവദിക്കുന്നെങ്കിൽ ഇതിന്റെ ന്യൂ യെരൂശലേമിനെ കുറിച്ച് നമ്മൾ പറയാം. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനത്തിൽ പുറപ്പെടുന്നതായി പളങ്ക് പോലെ ശുഭ്രമായ ജീവജല നദിയെ അവൻ കാണിച്ചു. ചോദ്യം, ജീവജല നദി കാണിച്ചു. ആ നദി താഴ്വൊഴുകയാണ്. ആ ഒഴുകുന്ന നദിയുടെ ഇരുകരകളിൽ ജീവവൃക്ഷമുണ്ട്. വൃക്ഷത്തിന്റെ ഇല ജാതികൾ എന്ന് വാക്കുന്നത് നേഷൻസ്, രാജ്യങ്ങളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. രാജ്യങ്ങളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. ഏത് നദി? നദിയിലെ വൃക്ഷത്തിന്റെ ഇലകൾ. ഈ നദി ഏതാ? എന്താ നദി? വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക. യേശു പറഞ്ഞ വാചകം കടമെടുത്ത് പറയാം. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. വെളിപ്പാട് 22:1 പറഞ്ഞിരിക്കുന്ന ആ ജീവജലത്തിന്റെ നദി വിശ്വസിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന നദിയാണ്. പുത്തൻ യെരൂശലേം. You are the New Jerusalem. You are carrying the rivers of life. You are going to heal the nations. Hallelujah. 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 എന്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അകത്തൊരു നദിയുണ്ട്. ഇത് വിശ്വസിക്കുക, ഇരുന്ന് പ്രാർത്ഥിക്കുക. ജീവജല നദികൾ ഒഴുകുമെന്ന, ഒന്നും രണ്ടും അല്ല, പല വെറൈറ്റീസ് ഓഫ് നദി വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഒഴുകുമെന്ന. ഇരുന്ന് പ്രാർത്ഥിക്കുക. 10 മണിക്കൂറോ 15 മണിക്കൂറോ 20 മണിക്കൂറോ ഇരുന്ന് കർത്താവിന്റെ കൂടെ എന്നിട്ട് എഴുന്നേറ്റ് വാ. ആ നദി ഉണ്ടെന്ന് ആദ്യം ബോധം വരട്ടെ. ബോധം വരണമെങ്കിൽ കൂടെ ഇരിക്കണം. പുറത്തു വാ. പുറത്തു വരാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. പുറത്തു വരാൻ വിളിക്കുന്നു. ഇനിയും പോകാൻ സമയമില്ല. The church of God is New Jerusalem. Now we have no duty. നമുക്ക് എന്താ ഡ്യൂട്ടി? നമ്മളിൽ നിന്ന് ഒഴുകുന്ന നദിയാണ് ജനത്തെ സൗഖ്യമാക്കുന്നത്. നമ്മളിൽ നിന്ന് ഒഴുകുന്ന നദിയാണ് അശുദ്ധന്റെ വസ്ത്രത്തെ അലക്കാൻ കഴിവ് കൊടുക്കുന്നത്. നമ്മളിൽ നിന്ന് ഒഴുകുന്ന നദിയാണ് നമ്മുടെ സമൂഹത്തെ ശുദ്ധീകരിക്കുന്നത്. നമ്മുടെ പ്രസംഗമല്ല. come on. എസെക്കിയേലിനോട് ചോദിച്ചാൽ പറയും, ആ നദി പോകുന്ന ഇടത്തൊക്കെ ചലിക്കുന്ന പ്രാണിയാ. എന്ന് പറഞ്ഞ ചത്തവന്റെ പുറത്തോട്ട് ഈ നദി അങ്ങോട്ട് പോകുമ്പോ ജീവൻ പ്രാപിച്ചങ്ങ് എഴുന്നേൽക്കുക. ജീവനുള്ളവരായിട്ട് എഴുന്നേറ്റ് വരിക. ജീവനുള്ളവർ വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിന് സ്തോത്രം ചെയ്യ്. മരണത്തെ തോൽപ്പിക്കുന്ന നിങ്ങളുടെ പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്ന ഇന്ന് രാത്രി. Can you believe that? Hallelujah. I'm carrying the rivers of life. Oh Rabashikataya. ഇന്ന് ഇതെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ, റൈറ്റ് നൗ റിസീവ് യുവർ മിറാക്കിൾ നൗ. ഇപ്പൊ ടൈം എന്താണ്? 8:56. അടുത്ത 10 മാസത്തിന് ശേഷമല്ല, ഒരു ദിവസത്തിന് ശേഷം. റൈറ്റ് നൗ റിസീവ് യുവർ മിറാക്കിൾ. പ്രാപിച്ചോ? ഈ നിമിഷം പ്രാപിക്കുക. ഈ നിമിഷം പ്രാപിക്കുക.
Amen. സൗഖ്യമില്ലാത്തവരുണ്ടെങ്കിൽ സൗഖ്യത്തെ സ്വീകരിക്കുക, ആരോഗ്യത്തെ സ്വീകരിക്കുക. സാമ്പത്തികമായ തകർച്ച അനുഭവിക്കുന്നവർ തകർച്ച മാറുക. ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ പറയുന്നു, ചിലരുടെ മേൽ വച്ചിരിക്കുന്ന ദാരിദ്ര്യത്തിന്റെ മുഖം ദൈവം ഉടയ്ക്കുകയാണ്. The kingdom of God is going to dominate your money. Kingdom is going to dominate your health. Kingdom is going to dominate your life. My God. My God. The kingdom is established. സ്വർഗസ്ഥനായ ദൈവം ആ രാജാക്കന്മാരുടെ കാലത്ത് എന്നേക്കും നിലനിൽക്കുന്ന, ഒരിക്കലും നശിക്കാത്ത ഒരു രാജ്യം സ്ഥാപിക്കും. Wow! That is the kingdom of God. That means after AD 70, church is not an independent institution. Church is totally merged as a kingdom of God, functioning as a heavenly government, moving as a heavenly agent to produce the heavenly culture among the world, among the people. You are the hope of the world. You are the hope of the world. The coming of Jesus is not the hope of the world. The church, the new Jerusalem, the sons of God, you are the hope of the world. Yes. Hallelujah. Thank you, Holy God. പരിശുദ്ധ റൂഹായേ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ശുശ്രൂഷിക്കണമേ. Love it. Praise the Lord. ഞാൻ ഒന്ന് രണ്ട് വാക്യം കൂടെ വായിച്ചു നിർത്താം. Amen. Hallelujah. ഞാൻ 34 വാക്യം വായിച്ചു നിർത്തുകയാണ്. ദാനിയേൽ 2:34. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. ആ സാമ്രാജ്യത്തെ അടിച്ച് തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്നു. വേനൽക്കാലത്തെ കളത്തിൽ പതിർ പോലെ ആയിത്തീർന്നു. സന്തോഷം വന്നോ? ഈ സാമ്രാജ്യത്തെ തവിട് പൊടിയാക്കി. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഇനി ഒരു സാമ്രാജ്യം തല പൊക്കി വരത്തില്ല. അങ്ങനാണെങ്കിൽ ഏകലോക ഗവൺമെന്റ് ഒരുത്തം വരാൻ പോകുന്നു. ഈ പരിപാടി വരില്ല. കല്ല് വന്ന് സകല സാമ്രാജ്യത്തെ പൊടിയാക്കി പറപ്പിച്ചു കളഞ്ഞെന്ന് പറഞ്ഞാൽ ഇനി ഒരിടത്ത് തങ്ങരുത്, തങ്ങി നിന്ന് വളരരുത്. ഇനി ഭൂമി കാണാൻ പോകുന്ന ഏകലോക ഗവൺമെന്റ് ദൈവരാജ്യമാണ്. ഇനി ഭൂമി മൊത്തം ഭരിക്കാൻ പോകുന്നത് അന്തിക്രിസ്തുവല്ല, നമ്മുടെ കർത്താവാണ്. ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ല. യേശു ഭരിക്കുന്നു വിശ്വസിക്കത്തില്ല. അന്തിക്രിസ്തു വരും എന്ന് പറയും. Praise the Lord. Praise the Lord. Thank you so much for the word. Come on. There was found no place for them. There was found no place for them. അവർക്ക് പിന്നെ ഇടം കണ്ടില്ല. Come on. Hallelujah. It's happened. It's happened. So വാക്കുകൾക്ക് ഞാൻ വിരാമം ഇടുക. എപ്പോ രാജ്യം വന്നു? ചോദ്യം. സിമ്പിൾ ആൻസർ, എപ്പോഴേ വന്നു. അതാണ് ആൻസർ. ഇനി രാജ്യം വരൂ? വരൂല്ല. വന്നോ? വന്നു കഴിഞ്ഞു. എന്ന് വന്നു? ഇന്നേക്ക് 1950 വർഷത്തിന് പോകും. എന്നിട്ടെന്താ നമ്മൾ അറിയാത്ത? നമ്മള് അറിയാതിരിക്കുക. നിങ്ങള് ഗലാത്യ സഭയോട് പറഞ്ഞു, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ പോലെ ആവരുത്.
It is happened, it's established forever, it will continue forever. I want to tell you, this kingdom will never end. പിടിയോ? ഇനി യേശു രഹസ്യവരവ്, പരസ്യവരവ്, അടിച്ചുകൊണ്ട് പോക്കല്, മേളിപ്പോക്ക്, അന്ത്യക്രിസ്തുവിന്റെ വരവ്, മുദ്ര, ഈ സൂത്രം ഒന്നുമില്ല. ഇനി രാജ്യമേ ഉള്ളൂ. രാജ്യം മാത്രം, അവസാനം ഇല്ലാത്ത രാജ്യം. ഇറ്റ് വിൽ കണ്ടിന്യൂ ഫോർ എവർ. അടുത്തൊരു ചോദ്യം ഇപ്പൊ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ജോൺ ബ്രദറെ, മരിച്ചു പോയവർ എന്നൊന്ന് ദൈവത്തിനില്ല. അത് ആദ്യം മനസ്സിലാക്കുക. മരിച്ചു പോവുക എന്നുള്ളത് ദൈവത്തിനില്ല. ദൈവത്തിൽ മരണം ഇല്ല. വിടവാങ്ങിപ്പോയ സകല ആളുകളും രാജ്യത്തിന്റെ ഇൻവിസിബിൾ പാർട്ടിലുണ്ട്. 1000 ആണ്ട് വാഴ്ച എന്ന ഹല്ലേലൂയ. ഒരായിരം ആണ്ട് വാഴ്ചയില്ല സാറേ. അക്ഷരത്തെ വിശ്വസിക്കുന്ന ആളുകളാണ്. നമ്മുടെ ഒരു കൊച്ചു കാര്യം കൂടെ പറയാം. അക്ഷരത്തെ വിശ്വസിക്കുന്നവരായി ഈ ബൈബിളിന്റെ ഇനറൻസി എന്ന് പറയും. ഒരിക്കലും തെറ്റാത്ത വചനമാണ് ബൈബിൾ. അക്ഷരം പ്രതി വിശ്വസിക്കുന്നവരാണ് നമ്മുടെ ഒരു കൂട്ടം ആളുകൾ. അവര് ഏതൻ തോട്ടത്തിലെ പാമ്പ് പാമ്പാണെന്നും, മരമാണെന്നും, പഴമാണെന്നും, കുരുവാണെന്നും, പിന്നെ അവിടെ വേലിയാണെന്നും, അവിടെ ദൂതൻ ഇങ്ങനെ വാളുമായിട്ട്, ഇതെല്ലാം അക്ഷരമായിട്ട് വിശ്വസിക്കുന്നവർ. അക്ഷരം പ്രതി വിശ്വസിക്കുന്നവർ ഞാൻ ബൈബിളിൽ അങ്ങനെ അക്ഷരം പ്രതി വിശ്വസിക്കാറില്ല. ആമേൻ. സഹോദരന്റെ കണ്ണിലെ കരട് നോക്കാതെ നിന്റെ കണ്ണിലെ കോലെടുത്ത് മാറ്റാൻ യേശു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അക്ഷരം പ്രതി ആരുടെ കണ്ണിലെ കോലിരിക്കുന്നു? അക്ഷരം പ്രതി അങ്ങ് വിശ്വസിക്കും. ഒരു കഴുക്കോൽ ആരുടെയും കണ്ണിലിരിക്കും. അക്ഷരം പ്രതി വിശ്വസിക്കുന്നവർ. പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങിപ്പോകും. വചനം പറയുന്നു, ഏത് കുന്നു മാറി, ഏത് പർവ്വതം നീങ്ങിപ്പോയി. അക്ഷരം പ്രതി വിശ്വസിക്കുന്നു. സഹോദരന് ഇടത്തെ വരുത്തിയാൽ എന്ത് ചെയ്യണമെന്നാ? ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് വരാം. സഹോദരൻ ഇടർച്ച വരുത്തുന്നവനെ കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ട് കളയുന്ന നല്ലത്. അക്ഷരം പ്രതി അനുസരിക്കും. ചുണയുണ്ടെങ്കിൽ പൂജപ്പര കിടന്ന് ഉണ്ടതില്ല. ആമേൻ.